കർത്താവിന്റെ വലിയൊരു നാമത്തിന് നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. प्रभु के नाम की महिमा करते हैं, उनकी स्तुति करते हैं. വീണ്ടും ദൈവസേന നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ ദൈവം നൽകിയ സാവകാശിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. प्रभु ने एक और अवसर संगति करने के लिए दिया, उसके लिए प्रभु को धन्यवाद करते हैं. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിന് വേണ്ടി ഒരു വാക്യം നമുക്ക് വായിക്കാം. അത് ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിന്റെ 1 വാക്യം. उत्पत्ति 22 का पहला वचन. ഒന്നും രണ്ടും വാക്യങ്ങൾ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. 1 और 2. इन बातों के पश्चात ऐसा हुआ कि परमेश्वर ने अब्राहम से यह कहकर उसकी परीक्षा की कि हे अब्राहम. उसने कहा, देख मैं यहाँ हूँ. उसने कहा, अपने पुत्र को अर्थात अपने इकलौते पुत्र इसहाक को जिससे तू प्रेम रखता है संग लेकर मोरिया देश में चला जा और वहां उसको एक पहाड़ के ऊपर जो मैं तुझे बताऊंगा होम बलि करके चढ़ा. ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ്, ഒരു അധ്യാപകനാണ്. कई सालों से दूसरों को सिखाते हैं, ये एक अध्यापक हैं. അതുകൊണ്ട് പരീക്ഷ നടത്തുക എന്നുള്ളത് ഒരു അധ്യാപകന്റെ ഉത്തരവാദിത്വമാണ്. परीक्षा लेना एक अध्यापक का उत्तरदायित्व है. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പല രീതിയിലുള്ള പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. यहाँ बैठे सभी लोगों ने अलग अलग तरीके की परीक्षाएं दी हैं. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പരീക്ഷ നടത്തുകയും ക്ലാസ് എടുക്കുകയും വാല്യുവേഷൻ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. बहुत ही गंभीर रीति से परीक्षा लेने वाले और उसका वैल्यूएशन करने वाले हैं. കോംപ്രിഹെൻഷൻ എങ്ങനെയാണ് പിള്ളേരിലെ പരിശോധിക്കുക എന്ന് എനിക്കറിയാം. कॉम्प्रिहेंशन कैसे देखते हैं करके भी मालूम है. മെമ്മറി ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. बच्चों का मेमोरी या फिर उन लोगों की याद रखने की क्षमता कैसी है वो भी देखते हैं. എന്റെ മെറ്റീരിയലുമായിട്ട് ഫെമിലിയറൈസ് ആണോ എന്ന് അന്വേഷിക്കാനുള്ള വിദ്യ എനിക്കുണ്ട്. जो सिखाया है वो उनको समझ में आया है या नहीं वो भी वो परखना जानते हैं. ആർട്ടിക്കുലേഷൻ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. सोच विचार करने का एक शक्ति है या नहीं वो देखना भी आता है. അങ്ങനെ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. और ये सारी बातों को समझने के परखने का एक क्वेश्चन पेपर होना चाहिए करके ये मानते हैं. അതുകൊണ്ട് തന്നെ ഞാൻ അക്കാഡമിക് ഡീൻ ആയിരുന്ന അവസരത്തിൽ എല്ലാ ടീച്ചേഴ്സിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ തരണമായിരുന്നു. इसीलिए जब ये एकेडमिक डीन थे तो सारी जो अध्यापक जो परीक्षा पत्र बनाते थे वो इनके पास जाना जरूरी था. എനിക്ക് അതുപോലെ കൃത്യത പാലിക്കുന്നത് വളരെ താല്പര്യമുള്ള ഒരാളാണ്. और नियम पालना बहुत जरूरी था. അതുകൊണ്ട് ഒരു മാസം മുമ്പേ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടിയിരിക്കണം. അത് ഞാൻ പരിശോധിക്കും. എന്നിട്ട് അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഇല്ല എന്ന് വരികിൽ അത് വീണ്ടും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്ന് തുടങ്ങി. അപ്പൊ ടീച്ചേഴ്സിന് ഞാനൊരു തലവേദനയാണ്. तो अध्यापक जो परीक्षा पत्र बनाते थे उनका परीक्षा पत्र परख के देखते थे और उसमें क्या है क्या नहीं है वो जान के उनको दोबारा वो बनाने के लिए भेजते थे. तो एक तरीके से अध्यापकों के लिए बहुत सरदर्द बने थे. ഞാൻ സാധാരണ സിലബസ് കൊടുക്കുന്ന ദിവസം തന്നെ സ്റ്റുഡൻസിന് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കൊടുക്കും. जब विद्यार्थियों को सिलेबस दिया जाता है तभी वो परीक्षा पत्र भी दिया जाता है. എന്റെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ കൊടുക്കാറുള്ളത്. पूरा का पूरा सिलेबस रखने वाला एक प्रश्न पत्र ही उनको दिया जाता है. അതുകൊണ്ട് എല്ലാവരും എല്ലാം പഠിച്ചിരിക്കണം. इसीलिए सबको सब सीखना जरूरी है. ഞാൻ ചിലപ്പോൾ 4 സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊടുക്കുന്നത്. 4 सेट बना के प्रश्न पत्र दिए जाते അപ്പൊ हैं. ആർക്ക് ഏത് കിട്ടുമെന്ന് ഒരു ഐഡിയയും ഇല്ല. तो किसी को नहीं मालूम कि कौन सा मिलेगा. ഞാൻ പറയും എന്റെ പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാവുന്നു. मेरी परीक्षा में सब बैठ सकते हैं बोलते हैं. കാരണം അടുത്തിരിക്കുന്ന ആളുടെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് അദ്ദേഹം അടുത്ത പുള്ളിക്ക് അറിയില്ല. क्योंकि आगे पीछे बैठे को कौन सा पत्र मिला है वो नहीं जानते. എബ്രഹാമിന്റെ ജീവിതത്തിലെ ദൈവം പരീക്ഷിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് 3 പ്രധാന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ സമയം കാണുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. अब्राहम की परीक्षा में 3 महत्वपूर्ण बातें जो है वो बताएंगे. എബ്രഹാമിന്റെ ജീവിതത്തിലെ പല പരീക്ഷകളുണ്ടായി. अब्राहम के जीवन में कई परीक्षाएं हुई. അതിനകത്ത് ദൈവം എബ്രഹാമിന്റെ ജീവിതത്തെ നോക്കിയപ്പോൾ എബ്രഹാമിന്റെ ജീവിതത്തിലെ കണ്ട ഒരു പ്രധാന വിഷയം തനിക്ക് ഒരു ഡിസ്ട്രാക്റ്റഡ് ലവ് ഉണ്ട്. अब्राहम की जीवन को देखकर पता चला कि उनका प्रेम जो है वो बटा हुआ है.
അത് സാധാരണയാണ് 100 വയസ്സായിട്ട് ജനിച്ച കുഞ്ഞുമായിട്ട് അങ്ങ് ഭയങ്കര ഇന്റിമേറ്റ് ആയി. 100 साल की उम्र में जब एक बच्चा पैदा हुआ तो उससे प्रेम बहुत ज्यादा अधिक करने लगे. അതുകൊണ്ട് ഈ കുഞ്ഞാണ് എപ്പോഴും എബ്രാഹിമിന്റെ ജീവിതത്തിലുള്ളത്. तो ये जो बच्चा है वो अब्राहम के जीवन में बहुत महत्वपूर्ण होने लगा. എബ്രാഹിം എവിടെ കൊണ്ടുപോകുമ്പോഴും കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ട്. वो अब्राहम जहाँ जाते थे अपने बच्चे को साथ लेके जाते. എന്ത് കഴിക്കുമ്പോഴും അവന് കൊടുക്കുന്നുണ്ട്. जो लेकर आते वो खाने के लिए देते. തന്റെ ജീവിതത്തിൽ സ്നേഹമില്ലാത്ത ഈ കുഞ്ഞിനോട് സ്നേഹമില്ലാത്ത ഒരു അവസരവുമില്ല. इस बच्चे से प्रेम न करने का कोई कारण न था. ദൈവം നോക്കിയപ്പോ പറഞ്ഞു, എബ്രാഹിം നീ എന്നെ അല്ല സ്നേഹിക്കുന്നത്, നീ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. तो जब परमेश्वर ने देखा तो उनको दिखा कि अब्राहम परमेश्वर से ज्यादा उस बच्चे से प्रेम करने लगे हैं. അപ്പോൾ ദൈവം ഒരു ടെസ്റ്റ് നടത്താനായിട്ട് പോവാ. तो परमेश्वर ने एक परीक्षा लेने का निर्णय लिया. ഒരല്പസമയം നിങ്ങളൊന്ന് ചിന്തിച്ചേച്ചേ, ദൈവം നിങ്ങളുടെ ജീവിതത്തില് ഇങ്ങനൊരു ടെസ്റ്റ് നടത്തിയ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കണമെന്ന് നിങ്ങൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ചോദിക്കണം. अगर परमेश्वर ऐसी एक परीक्षा हमारे जीवन में ले तो हमारा प्रतिक्रिया कैसा होगा, ये अपने आप से ये सवाल पूछिए. ഇവിടെ എബ്രാഹിം he is loving God more than loving his son more than his God. यहाँ अब्राहम अपने पुत्र से परमेश्वर से ज्यादा प्रेम कर रहे हैं. അതുകൊണ്ടാണ് ഇവിടെ ദൈവം പറയുന്നത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതൻ ഇസാക്കിനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. तो इसीलिए प्रभु ने यहाँ पे कहा अपने पुत्र को, अर्थात अपने इकलौते पुत्र इसहाक को जिससे तू प्रेम रखता है. ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. यहाँ परमेश्वर से गलती नहीं हुई. എക്സാക്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുക്കുന്നത്. सही सवाल पूछा. നീ വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നു അതോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു? तू मुझसे प्रेम ज्यादा करता है या अपने पुत्र से करता है? നമ്മുടെ മറുപടി എന്തായി? हमारा जवाब क्या होगा? നീ വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു? क्या तू वाकई में परमेश्वर से प्रेम करता है? നമ്മള് കർത്താവിനെ സ്നേഹിക്കുന്നവരാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. हम आमतौर पे ये बोलते हैं कि हम परमेश्वर से बहुत प्रेम करते हैं. അതിന്റെ എക്സ്പ്രഷൻസ് എന്തൊക്കെയായിരിക്കും? लेकिन वो प्रेम प्रकट कैसे होता है? കർത്താവ് തന്റെ ശിഷ്യന്മാരായിരിക്കാൻ താല്പര്യപ്പെടുന്നവരോട് പറഞ്ഞൊരു വാക്യം കൂടെ വായിച്ചാൽ നമുക്ക് ഇച്ചിരി കൃത്യത ഉണ്ടാകും. प्रभु ने उनके चेले बनने की इच्छा रखने वालों से जो बात कही वो अगर पढ़ेंगे तो हमको थोड़ा और समझ में आएगा. മത്തായി സുവിശേഷം അതിന്റെ 10ാം അധ്യായത്തിന്റെ 37, 38, 39 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Matthew chapter 10 verse 37 to 39. मत्ती 10 का 37 से 39. എന്നേക്കാൾ അധികം हालेलुया. എന്നേക്കാൾ അധികം ദൈവത്തെക്കാൾ അധികം നാം എന്തിനെ സ്നേഹിക്കുന്നത്? परमेश्वर से ज्यादा हम किससे प्रेम करते हैं? ഇവിടെ പറഞ്ഞു, അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. जो माता या पिता को मुझसे अधिक प्रिय जानता है वह मेरे योग्य नहीं है. അടുത്തത്, എന്നേക്കാൾ അധികം മകളെയോ മകനെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. और जो बेटा या बेटी को मुझसे अधिक प्रिय जानता है वह मेरे योग्य नहीं. എബ്രാഹിമിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരെയാ? अब्राहम अपने जीवन में सबसे अधिक किससे प्रेम कर रहा है? തന്റെ ഏകജാതനായ ഇസാക്ക്. अपने इकलौते बेटे इसहाक से. ഒരു ദിവസം പോലും അവനുമായിട്ടൊന്ന് എന്റർടൈൻമെന്റ് കഴിഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല. उसके साथ एक दिन भी अगर नहीं खेला तो मन को तृप्ति नहीं होती. കുഞ്ഞുങ്ങളെ സ്നേഹിക്കേണ്ടെന്നല്ല പറഞ്ഞത്. यहाँ अपने बच्चों से प्रेम नहीं करना है, नहीं कहा है. Compared to our love with God, what is the most important? परमेश्वर से प्रेम करने के हिसाब से किससे ज्यादा प्रेम करते हैं? തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. और जो अपना क्रूस लेकर मेरे पीछे न चले वह भी मेरे योग्य नहीं. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ട് ചോദിക്കുന്നത്, എനിക്ക് ആരെ കൂടുതൽ സ്നേഹമെന്ന്. तो व्यक्तिगत रूप में हम किससे ज्यादा प्रेम करते हैं? ആരെയാ നമ്മൾ അധികം സ്നേഹിക്കുന്നത്? എന്തിനെയാ നമ്മൾ അധികം സ്നേഹിക്കുന്നത്? किससे हम ज्यादा प्रेम करते हैं? എന്റെ വീട്ടിൽ ഒരാൾ വന്നു. मेरे घर में कोई आया അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു നല്ല ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. तो उनके हाथ में एक बड़ा एक संदूक था, एक ब्रीफ केस था. ഞാൻ അദ്ദേഹത്തിന് ഞങ്ങളുടെ ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കുന്നിടത്ത് അവിടെ താമസിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ഞാൻ എന്നിട്ട് അദ്ദേഹത്തോട് ആ റൂമിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ കൊണ്ട് കാണിച്ചു. അപ്പൊ പുള്ളി ഈ ബാഗ് എടുത്ത് ഈ സൂട്ട് കേസ് എടുത്ത് അങ്ങോട്ട് പോയി. तो ये जो अतिथि आए थे उनको
अपना कमरा दिखाया, वहां पे लेके जाके रहने के लिए कहा। അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി ഞാൻ പുള്ളിക്കാരനെ ചെന്ന് വിളിച്ചപ്പോ പുള്ളി വന്നു. വരുമ്പോ പുള്ളിയുടെ ബ്രീഫ് കേസ് കൊണ്ട് കഴിഞ്ഞു. उसके बाद खाना खाने के लिए उनको बुलाया तो वो आए, लेकिन अपना ये जो अटैची था वो भी साथ में लेकर आए। ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീടിനകത്ത് വേറെ ആരും തന്നെ ഇല്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, പിന്നെ ഗേറ്റ് അടച്ചിട്ടുണ്ട്, ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട്, സാർ എന്തിനാ ഈ ബാഗ് ഈ സൂട്ട്കേസ് ആയിട്ട് ഇങ്ങനെ വരുന്നത്? तो ये देख के उस भाई से पूछा कि हमारे घर में सिर्फ हम दोनों ही हैं, घर का दरवाजा भी बंद है, सब कुछ है, फिर ये चलते फिरते ये संदूक या अटैची साथ में क्यों लेके घूम रहे हैं? പുള്ളി പറഞ്ഞു എന്റെ ജീവനാണ് ഈ സൂട്ട്കേസ്. उन्होंने कहा मैं अपनी जान से भी ज्यादा इस ब्रीफकेस से या अटैची से प्रेम करता हूँ। ഞാൻ പറഞ്ഞത് അത് ഒരു വസ്തുവിനോടുള്ളതായിരിക്കാം, നമ്മുടെ ജോലിയോട്, അതുപോലെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചോ. അതിനെയാണോ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത്, ദൈവത്തെയാണോ സ്നേഹിക്കുന്നത്? ये एक उदाहरण है। इसी तरीके से क्या हम अपनी नौकरी से या किसी और वस्तु से सबसे ज्यादा प्रेम करते हैं? ദൈവത്തെക്കാൾ അധികം നാം ഏതിനെ സ്നേഹിച്ചാലും ദൈവം പറയുന്നത് നീ എനിക്ക് യോഗ്യനല്ല. परमेश्वर से ज्यादा अगर हम किसी भी और वस्तु से प्रेम करें तो हम उनके योग्य नहीं हैं। നമ്മൾ വാസ്തവത്തിലെ കർത്താവിനോട് പറയും, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കാം. हम कहेंगे कि प्रभु हम आपसे प्रेम करेंगे, എന്നാലേ ഒരു കാര്യമുണ്ട്, എനിക്ക് ഇതൊന്നും വിട്ടേച്ച് പോരാനായിട്ട് കഴിയില്ല. लेकिन मैं ये बातें अपने जीवन से निकाल नहीं सकता। There are certain comfort zones which I am not able to leave. कुछ ऐसी वस्तुएं या बातें हैं जो मैं नहीं छोड़ना चाहता। അത് എന്റേതാണ്, എനിക്ക് ഒരിക്കലും വിട്ടുകളയാനായിട്ട് പറ്റുകയില്ല. वो मेरे अंदर है, मैं उसको छोड़ना नहीं चाहता। നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഏറ്റവും പ്രിയപ്പെടുന്നത് കർത്താവിന് വേണ്ടി കൊടുക്കാനായിട്ട് കഴിയുമോ? हम अपने जीवन में जो सबसे ज्यादा पसंद करते हैं वो परमेश्वर को देना पसंद करेंगे क्या? ലോകത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ശത്രുവാണെന്ന് ബുക്ക് ഓഫ് ജെയിംസ്, അതായത് യാക്കോബിന്റെ ലേഖനം 4:4 വായിക്കുന്നു. याकूब 4:4 में लिखा है कि जो संसार से प्रेम रखता है वो परमेश्वर का बैरी है। ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. संसार से प्रेम परमेश्वर से शत्रुता है। ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവാകും. जो संसार से प्रेम रखना चाहता है वो परमेश्वर का बैरी होता है। നാം വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ ചോദ്യമാണ് നമുക്ക് മറുപടി പറയേണ്ടത്. एक ही सवाल का जवाब हमको देना है कि क्या हम परमेश्वर से प्रेम करते हैं? ഏത് രീതിയിലുള്ള ജീവിതം നയിപ്പാനാണ് നമ്മൾ ഒരുങ്ങുന്നത്? हम कैसा जीवन जीना चाहते हैं? നമ്മളിപ്പോഴും പറയാം എനിക്ക് ദൈവത്തെ നല്ല സ്നേഹമാണ്. हम बोलेंगे कि हम परमेश्वर से प्रेम करते हैं। എത്രമാത്രമുണ്ട് ദൈവത്തോടുള്ള സ്നേഹം? कितना ज्यादा प्रेम करते हैं? ദൈവം എബ്രാഹിമിനോട് പറഞ്ഞു, നീ വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നെന്നൊരിക്കലെ നിന്റെ ഏകജാതനായ നീ പ്രിയപ്പെടുന്ന നിന്റെ മകനെ എനിക്കായിട്ട് യാഗം ചെയ്യാം. परमेश्वर ने अब्राहम से कहा कि अगर तू सच में मुझसे ज्यादा प्रेम करता है तो अपने इकलौते पुत्र इसहाक को मुझे बलि चढ़ा दे। ഞാൻ അതുകൊണ്ട് പറഞ്ഞ സ്നേഹം എന്താണ് വാസ്തവത്തിൽ? तो प्रेम वास्तव में है क्या? ഹൗ യു വിൽ ഡിഫൈൻ ലവ്? प्रेम का व्याख्यान कैसे होगा? സ്നേഹം കൊടുക്കുന്ന സ്നേഹമേ സ്നേഹമുള്ളൂ. प्रेम जो दिया जाता है वही सच्चा प्रेम നമ്മൾ है। പറയും നല്ല സ്നേഹമാണ്. हम बोलेंगे बहुत प्रेम है। എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. मैं अपने बच्चों से बहुत प्रेम करता हूँ। രാവിലെ എഴുന്നേറ്റുകൊണ്ട് കുഞ്ഞുങ്ങളെ എല്ലാം വിളിച്ച് ചുമ്മനം ചെയ്യും. सुबह उठते ही अपने बच्चों को बुला के उनको चूमता हूँ, എന്റെ ഡ്രസ് ചെയ്തു, उनको अच्छे कपड़े पहनाता हूँ, സ്കൂളിലോട്ട് അയച്ചു. स्कूल में भेजते हूँ। തിരിച്ചു വരുന്ന ദിവസത്തെ കുഞ്ഞുങ്ങളെ പിടിച്ചു, അയ്യോ എന്റെ കുഞ്ഞുങ്ങളെ എത്ര നേരം കൊണ്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് ചുമ്മനം ചെയ്യും. जब वापस आते हैं और प्रेम करके उनको चूमते हैं। കുഞ്ഞുങ്ങൾ എന്താ പറയാ? बच्चे क्या बोलेंगे? അമ്മ വിശക്കുന്നു, वो बोलेंगे मुझे भूख लगी है, എനിക്ക് എന്തെങ്കിലും താ. मुझे खाने को दो। കൊടുക്കാത്ത സ്നേഹം സ്നേഹമല്ല. जिस प्रेम में दिया नहीं जाता वो प्रेम नहीं है। ദൈവം നമ്മെ സ്നേഹിച്ചിട്ട് എന്താ ചെയ്തത്? प्रभु ने हमसे प्रेम किया और किया क्या? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. परमेश्वर ने संसार से ऐसा प्रेम किया कि अपने पुत्र को उसके लिए बलि दे दिया। തന്റെ ഏകജാതനായ പുത്രനെ നൽകിയിട്ടാണ് ദൈവം സ്നേഹം നമ്മോടുള്ള പ്രകടമാക്കിയത്. अपने इकलौते पुत्र को हमारे लिए समर्पित करके अपना प्रेम प्रकट किया। നമുക്ക് ദൈവത്തെ വാസ്തവത്തിൽ സ്നേഹമുണ്ടോ? क्या हम परमेश्वर से प्रेम करते हैं? എബ്രാഹിമിനോട് ദൈവം ചോദിച്ചു, നീ വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നേ? അപ്പൊ ഇതിനു മുമ്പേ ഉള്ള എബ്രാഹിമിനോടുള്ള ആ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ആ പരീക്ഷകളൊക്കെ
താൻ സ്നേഹിക്കുന്ന സ്വന്തം നാട്, തന്റെ പ്രിയപ്പെട്ടവർ, അതെല്ലാം വിട്ടു പോകുന്നതാ. अपना जो गांव, जो परीक्षा परमेश्वर ने पहले से ली, जिस गांव में वो पले बड़े पैदा हुए, उन सबको छोड़कर दूसरे देश में, अनजाने देश में भेजा, वो सब कुछ किया है. ആ പരീക്ഷകളെല്ലാം പാസ്സായിട്ടുണ്ട്. वो सारी परीक्षाएं अब्राहम सफल भी हुए. പക്ഷെ ഇപ്പോഴത്തെ ഈ പരീക്ഷ എന്നാന്നറിയാം? लेकिन अभी की परीक्षा क्या है? ഓ ഭയങ്കരമാണ്. സ്വന്തം മകനെ, वो थोड़ा कड़क है. अपने इकलौते पुत्र को. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെ നമ്മൾ വാസ്തവത്തിൽ സ്നേഹിക്കുന്നു. क्या हम परमेश्वर से वाकई में प्रेम करते हैं? നമുക്ക് എല്ലാവരും മറ്റുള്ളവർ പറയാം ഇവര് നല്ലവരാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല ഞാനും കൊള്ളാമെന്ന് നമുക്കൊരു തോന്നില്ല. जब सब बोलते हैं कि हम अच्छे लोग हैं करके हमारे बारे में कोई बोले तो हमको बड़ा अच्छा लगता है. ദൈവത്തോടുള്ള എന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമായിട്ട് എന്നെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും. परमेश्वर के प्रेम के प्रतिफल के रूप में अपने आप को उनको दे दिया है क्या? ഒരു മനുഷ്യൻ കർത്താവിന്റെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, ഞാൻ നിത്യജീവൻ ജീവനും കടപ്പാൻ ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? एक आदमी प्रभु के पास आया और उनसे पूछा कि अनंत जीवन पाने के लिए मुझे क्या करना है? അപ്പോൾ കർത്താവ് കൽപ്പനകളെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു. तब प्रभु ने कहा कि व्यवस्थाएं जो कहती है उन सबका अनुसरण करना है. ഉടനെ അവൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ കൊച്ചുനാളിലെ അനുസരിക്കുന്ന ആളാണ്. तो उस आदमी ने कहा ये सब बातें व्यवस्थाएं तो बचपन से मैं पालन कर रहा हूँ. അപ്പൊ കർത്താവ് പറഞ്ഞു, तो प्रभु ने कहा നിന്നെ പൊസസ് ചെയ്യുന്ന വേറെ ചില വസ്തുതകളാണ്. तुझे अपने काबू में रखने वाली कुछ और बातें हैं. അത് നിന്റെ പണവും നിന്റെ വസ്തുവകകളുമാണ്. तेरा धन संपत्ति, അത് നീ വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് വന്ന് എന്നെ അനുഗമിക്കാം. अपनी सारी धन संपत्ति को बेचकर उसे गरीबों में बांट दे और फिर मेरे साथ आ और मेरा अनुसरण कर. അവൻ വളരെ ധനികനായതിനാല് അദ്ദേഹം വളരെ വിഷമത്തോടെ തിരിച്ചുപോയെന്ന് നമ്മൾ വായിക്കും. वो आदमी इतना ज्यादा रईस था कि उसको बहुत दुख हुआ और वो लौट के चला गया. എനിക്ക് നല്ല സ്നേഹമുണ്ട് കർത്താവെ, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് തരാനായിട്ട് ബുദ്ധിമുട്ടാണ്. मुझे आपसे बहुत ज्यादा प्रेम है प्रभु, लेकिन मैं आपको कुछ दे नहीं सकता. കർത്താവിന്റെ അടുത്ത് കുറെ ആളുകള്, അത് കുറെ വൈദികര് വന്ന് ചോദിച്ചു, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? कुछ ज्ञानी लोग आए और प्रभु से उन्होंने पूछा कि व्यवस्था में सबसे बड़ी आज्ञा कौन सी है? കർത്താവ് പറഞ്ഞു, प्रभु ने कहा ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. पूरे मन से, पूरी निष्ठा से प्रभु परमेश्वर से प्रेम करें. ഇത് മത്തായി 22-ന്റെ 37 വാക്യം മുതലാണ് ഞാൻ വായിക്കുന്നത്. मती 22 का അതാണ് ഒന്നാമത്തേതും വലിയതുമായ കൽപ്പന. यही सबसे बड़ी आज्ञा है. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവിനോടെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് കഴിയുമോ? तू परमेश्वर अपने प्रभु से अपने सारे मन और अपने सारे प्राण और अपनी सारी बुद्धि के साथ प्रेम रख. बड़ी और मुख्य आज्ञा यही है. കർത്താവിന് വേല ചെയ്യാനായിട്ട് ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ വന്ന പല മിഷണറിമാര് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവരായിരുന്നു. कई लोग जो इंग्लैंड से, जर्मनी से वगैरह सब अपने देश को छोड़कर सेवकाई के लिए निकल पड़े थे. നാഗൽ സാഹിബ് കുന്നംകുളത്ത് വന്നിട്ട് സുവിശേഷ വേല ചെയ്ത മനുഷ്യനാണ്. നാഗൽ, പാസ്റ്റർ നാഗൽ. पास्टर नागल हमारे गांव में आके उन्होंने सेवकाई की. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് തന്റെ ജർമ്മനിയിലുള്ള ഫണ്ട് അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് കിട്ടാതെ വിഷമിച്ചു. दूसरे महायुद्ध के समय में जर्मनी से जो उनको आर्थिक सहायता मिलती थी बंद हो गई. അപ്പോൾ കുന്നംകുളത്തെ സാധാരണക്കാരനെ പോലെ ഒരു വേലയ്ക്ക് തന്നെ തയ്യാറായി. तो कुंदंगलम गांव में मजदूरी करना शुरू किया. നസ്രാണി ക്രിസ്ത്യാനിയോട് ഇന്ന് നമ്മുടെ കൂലിക്ക് വരുന്നത് നമ്മുടെ സായിപ്പാന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഉപയോഗിച്ചു. वहाँ उस समय जो नसरानी जो ईसाई लोग होते थे उनको कहा कि एक विदेशी यहाँ पे मजदूरी के लिए आ रहा है. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കർത്താവിന്റെ വേലക്കാരനാണ്, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത്, അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്തും ഏതുമായി തീരുവാൻ ഞാൻ തയ്യാറാണ്. तो उन्होंने कहा कि अब मैं परमेश्वर का सेवक हूँ और उनकी सेवा के लिए मुझे जो कुछ भी करना पड़े मैं करूंगा. ഞാൻ ചോദിക്കട്ടെ, are you really loving God? क्या हम वाकई में परमेश्वर से प्रेम करते हैं? ഹൃദയംഗമമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു. क्या पूरे हृदय से हम परमेश्वर की सेवा करते हैं? ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഹൃദയംഗമായിട്ട് എനിക്കത് കാണിക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയാനായിട്ട് കഴിയുമോ?
पूरे हृदय से मैं परमेश्वर से प्रेम करता हूं और वो मैं दिखा भी सकता हूं करके कोई करेगा क्या? എബ്രാമിനെ ദൈവം വിളിച്ചപ്പോൾ अब्राहम को जब परमेश्वर ने बुलाया, ഉടനെ പറയുന്നത് ഞാൻ ഇതാ ഐ ആം ഹിയർ ഐ ആം ഇതാ കർത്താവേ എന്ന് താൻ മറുപടി പറയുക. जब अब्राहम को बुलाया तो उन्होंने कहा, हे प्रभु मैं यहाँ हूँ. എന്നിട്ടാണ് പറയുന്നത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ, നീ ഏകജാതൻ ഇസാക്കിനെ നീ എനിക്കായിട്ട് യാഗം ചെയ്യണമെന്ന്. उसके बाद उनसे कहा कि अपने इकलौते पुत्र इसहाक को मेरे लिए बलि चढ़ा दे. സെക്കൻഡായിട്ട് ഒരു വാക്ക് പോലും ചോദിക്കുന്നില്ല. दूसरा कोई सवाल वहां अब्राहम ने नहीं किया. Is there any second choice? क्या वहां पे कोई दूसरा संभवता है? ഒന്നും പറയാൻ തയ്യാറില്ല. ദൈവം എന്നോട് പറഞ്ഞു ഞാനത് ചെയ്യും. प्रभु ने मुझे आज्ञा दी है, मैं वो कर दूंगा. നമ്മുടെ ജീവിതത്തിലെ കർത്താവ് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കും. क्या हमारे जीवन में प्रभु ऐसे कुछ पूछे तो हम करेंगे क्या? എനിക്ക് ദൈവത്തെ വാസ്തവത്തിൽ സ്നേഹമുണ്ടോ? क्या वास्तव में हम परमेश्वर से प्रेम रखते हैं? രണ്ടാമത് ദൈവം തന്നെ മനസ്സിലാക്കിയത്, ദൈവം ചോദിച്ച 22 അതിന്റെ 12 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. मत्ती 22 का 12 में हम पढ़ते हैं, ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ, ജെനിസിസ് ചാപ്റ്റർ 22 വേഴ്സ് 12, നിന്റെ ഏകജാതനായ മകനെ നീ തരുവാൻ മടിക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. उत्पत्ति 22 का 12. उसने कहा, उस लड़के पर हाथ मत बढ़ा और न उससे कुछ कर, क्योंकि तूने जो मुझसे अपने पुत्र वरन अपने इकलौते पुत्र को भी नहीं रख छोड़ा, इससे मैं अब जान गया कि तू परमेश्वर का भय मानता है. ഫിയർ ഗോഡ്. परमेश्वर का भय मानो. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെ കുറിച്ചുള്ള ആ അറിവ് നിമിത്തം ദൈവത്തെ ബഹുമാനത്തോടെ ഭയപ്പെടുന്നുണ്ടോ? क्या परमेश्वर का ज्ञान पाकर उनकी महिमा से उनका भय मानते हैं क्या? ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നതെന്ന് പറയാനായിട്ട് കഴിയുമോ? परमेश्वर का मैं भय मानता हूँ, इसीलिए मेरे जीवन में बदलाव आया है, ये कह पाएंगे क्या? പേടി കൊണ്ടുള്ള ഭയമല്ല, ബഹുമാനം കൊണ്ടുള്ള ഭയം. डर के कारण आने वाला भय नहीं, लेकिन आदर के कारण आने वाला भय. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്നെ വാസ്തവത്തിൽ മനസ്സിലാക്കിയപ്പോൾ എന്റെ വിദ്യാർത്ഥികള് വളരെ ഭയത്തോടെ ഇടപെടാനായിട്ട് തുടങ്ങി. जब इनके विद्यार्थियों को इनका मन समझ में आया तो श्रद्धा के साथ इनका भय मानने लगे. അപ്പോൾ എബ്രാമിന്റെ ജീവിതത്തില് ദൈവത്തെ കുറിച്ചുള്ള സ്നേഹം ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് ദൈവം പറഞ്ഞപ്പോൾ, റെഡി, ഞാൻ എന്റെ മകനെ തന്നേക്കാം. जब अब्राहम की परीक्षा ली गई तो वो तैयार हो गए कि वो अपने पुत्र को भी देने के लिए तैयार थे. അത് പിന്നെ ചിന്തിക്കൊന്നും ചെയ്തില്ല. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട് മറ്റൊരു കാര്യം ചിന്തിക്കാതെ പുറപ്പെട്ടു എന്നാ വായിക്കുന്നത്. परमेश्वर का वो भय मानते थे, इसकी वजह से और कुछ सवाल किए बिना वो निकल पड़े. ഞാൻ ഇന്ന് രാവിലെ ഈ ദൈവവചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ വളരെ ഭാരം തോന്നി. ये वचन जब आज सुबह पढ़ा तो बहुत बोझ हुआ. തന്റെ ബാല്യക്കാരെ ദൂരെ നിർത്തിച്ച് താനും മകനും കൂടെ പോവുക. अपने सेवकों को दूर खड़ा करके अपने लड़के के साथ वो जा रहे हैं. 22 6 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 22 का 6 ऐसा पढ़ते हैं, എബ്രാം ഹോമയാഗത്തിന്റെ വിറകെടുത്ത് തന്റെ മകനായ ഇസാക്കിന്റെ ചുമലിൽ വെച്ചു. तब अब्राहम ने होम बलि की लकड़ी ले अपने पुत्र इसहाक पर लादी. അവന്റെ തോളിൽ വെച്ചു കൊടുക്കുമ്പോൾ എബ്രാമിന്റെ മനസ്സിലൂടെ പോകുന്നതാണ് ഞാൻ എന്റെ മനസ്സിലൂടെ കടന്നുപോയത്. जो अब्राहम के मन में उस वक्त उठा होगा वही अपने मन में भी आया. അതിന്റെ അടുത്ത വാക്യത്തിലെ 8 വാക്യത്തിലെ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പ അവൻ 7 വാക്യത്തിലെ അപ്പ വിറകും തീയും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? इसहाक ने अपने पिता अब्राहम से कहा, हे मेरे पिता. उसने कहा, हे मेरे पुत्र क्या बात है? उसने कहा, देख आग और लकड़ी तो है, पर होम बलि के लिए भेड़ कहाँ है? ഇതിന് മറുപടി പറയാനായിട്ട് എങ്ങനെയാ കഴിയുക? इसका उत्तर अब्राहम कैसे दे पाएंगे? എബ്രാം പറയുന്നത്, മകനെ ദൈവം കരുതിക്കൊള്ളു. उन्होंने कहा, हे मेरे पुत्र, परमेश्वर होम बलि की भेड़ का उपाय आप ही करेगा. ഞാൻ അവിടെ മനസ്സിലാക്കുന്ന, മകനെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നീ ഭയപ്പെടേണ്ട. हमें प्रेम करने वाले एक परमेश्वर है, हम भय न माने.
നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ എല്ലാം നൽകി തരുന്ന ദൈവമാണ്. वो सब कुछ कर देंगे. ഞാൻ ആ ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഭാരപ്പെടുന്നില്ല. मैं उस परमेश्वर का भय मानता हूँ, इसीलिए डरूंगा नहीं. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നവരാണെന്ന് ഒരിക്കൽ ജീവിതത്തില് വരുന്ന പ്രയാസങ്ങളോ ഇതൊന്നും ഭാരപ്പെടേണ്ട. ദൈവം കരുതുന്നവനാണ്. जीवन में अगर परमेश्वर का भय मानते हैं तो जीवन की किसी और अवस्था से डरने की जरूरत नहीं है. परमेश्वर संभालेंगे. നമ്മുടെ ലക്ഷ്യം മുഴുവൻ വേണ്ടത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, അത് നിമിത്തം ദൈവം പറഞ്ഞ് ചെയ്യുന്നു എങ്കിൽ ഇത് ദൈവമാണ് കാര്യങ്ങളെല്ലാം പിന്നെ നിറവേറ്റി തരേണ്ടത്. अगर परमेश्वर हमारे साथ है तो परमेश्वर सारी बातों को संभालेंगे. നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് അവിടെ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, ഇത് നിങ്ങൾ എബ്രാഹിമിന്റെ സന്തതി എന്ന് ഉള്ളം കൊണ്ട് പോലും പറവാൻ നിങ്ങൾ തുനിയരുത്. 3-ന്റെ 8-ാം വാക്യം. എന്നിട്ട് അവിടെ പറഞ്ഞു, എബ്രാഹിമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എബ്രാഹിമിന്റെ വിശ്വാസം എന്താണ്? लूका 3:8 में यूहन्ना बपतिस्मा देने वाले कहते हैं, मन फिराओ के योग्य फल लाओ और अपने अपने मन में यह न सोचो कि हमारा पिता अब्राहम है, क्योंकि मैं तुमसे कहता हूं कि परमेश्वर इन पत्थरों से अब्राहम के लिए संतान उत्पन्न कर सकता है. ദൈവം പറഞ്ഞത് ഞാൻ ചെയ്താലേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരം ഏത് അവസരത്തിലും കാണാനായിട്ട് കഴിയും. अगर परमेश्वर की आज्ञा का पालन मैं करता हूं तो मेरी हर अवस्था को बदलने के लिए परमेश्वर का हाथ तैयार रहेगा. അതിന് ഇത് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത് ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് എബ്രാഹിമിന് ഇസാക്കിന് യാഗം ചെയ്യുവാൻ തയ്യാറായത്. यूहन्ना बपतिस्मा देने वाले ने कहा कि अब्राहम जानते थे कि इन पत्थरों से भी वो उनके लिए संतान बना सकते हैं. इसी विश्वास के कारण वो इसहाक को बलि देने के लिए तैयार हो गए. നാം ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ എന്ന് ഇന്റിമേറ്റ് ആയിട്ട് ഹൃദയത്തോടൊന്ന് ചോദിച്ചേ. अपने हृदय से सच्चे मन के साथ पूछिए कि क्या मैं परमेश्वर से प्रेम रखता हूँ. ദൈവത്തെ ഭയപ്പെടുന്ന നിമിത്തം എന്റെ ജീവിതത്തിലെ എന്റെ പെരുമാറ്റത്തിലെ എന്റെ ഇടപാടിലെ ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ വരുന്നുണ്ടോ എന്ന് ചോദിച്ചേ. अगर परमेश्वर से प्रेम रखता हूँ तो क्या मेरे मन में, मेरे स्वभाव में, मेरे चाल चलन में बदलाव आया है क्या? മറ്റുള്ളവരെ കാണുമ്പോൾ അവർ പറയുമോ ഇദ്ദേഹം ദൈവത്തെ ഭയപ്പെടുന്ന ആളാണെന്ന്? अगर कोई और हमें देखे तो वो कहेंगे क्या कि ये परमेश्वर का भय मानने वाला मनुष्य है. 1642 ജീവിച്ചിരുന്ന ആളാണ് ജോർജ് ഫോക്സ് എന്ന് പറഞ്ഞ വ്യക്തി. ജോർജ് 1562 അദ്ദേഹം ജോർജ് ഫോക്സ് എന്ന് പറഞ്ഞ അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലാണ്. जॉर्ज फॉक्स नाम के एक परमेश्वर के दास जीवित थे. അദ്ദേഹം ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. वो आत्मा से भर के चलते थे. അദ്ദേഹം പാട്ട് പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് ആ കൂട്ടത്തെയാണ് ക്വൈക്കേഴ്സ് എന്ന് പറഞ്ഞ് അമേരിക്കയിലൊക്കെ അറിയപ്പെടുന്ന ആളുകൾ. ക്വൈക്കേഴ്സ്, വിറയ്ക്കുന്നവർ. जो वो जब प्रार्थना में रहते थे वो कांपते थे, उनको क्वेकर्स बुलाते थे. അവർ പറഞ്ഞു ആരാധന കൂടാൻ വലിയ വലിയ പള്ളിയൊന്നും വേണ്ട, സിസ്റ്റം ഒന്നും വേണ്ട, നമുക്ക് ഒരുമിച്ച് എവിടെയെന്നും കർത്താവിനെ ആരാധിക്കാം. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും ഒരു നടുവിൽ കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ ഒരുമിച്ച് കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ ഇവരിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഷെയ്ക്കേഴ്സ് എന്നും ക്വൈക്കേഴ്സ് എന്നും ഒക്കെ പല പേരുകൾ അവരെ കുറിച്ച് അറിയപ്പെട്ടു. ये लोग मानते थे कि परमेश्वर की आराधना के लिए किसी बड़े चर्च या कलसिया में जाने की जरूरत नहीं, जहां पे भी 2 लोग इकट्ठा हो वहां उनके बीच में परमेश्वर आते हैं. उस विश्वास के साथ ये लोग प्रार्थना आराधना कहीं पे भी करते थे और करते वक्त ऐसे कांपते थे. ഇവരെ പലരും ഉപദ്രവിച്ചു, അല്ലെങ്കിൽ അന്നത്തെ സഭ ഇവരെ ഉപദ്രവിച്ചു. उस समय की जो कलसिया थी उन्होंने इनको परेशान करना शुरू किया. പക്ഷെ കുറെ സമൂഹത്തിലെ ആളുകൾ പറഞ്ഞു എന്തോ വിറയ്ക്കൂ എന്തോ ആട്ടെ, പക്ഷെ ഇവർ വിശ്വസ്തരാണ്. कुछ लोगों ने कहना शुरू किया कि कांपते हैं, चिल्लाते हैं, जो भी हो, लेकिन ये विश्वासी है. അവരെ കുറിച്ച് നാട്ടിലുള്ളത് എന്നാന്ന് വെച്ചാല് അവര് ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട് ഒരു തെറ്റിനും അവര് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ലെന്നുള്ളതാണ്. और लोग मानते थे कि ये लोग परमेश्वर का भय मानते हैं, इसीलिए गलत काम ये कभी नहीं करेंगे. നമ്മുടെ ജീവിതത്തിലെ നാം ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ള വസ്തുത
നമുക്ക് മറ്റുള്ളവരോട് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയും. क्या हम परमेश्वर का भय मानते हैं, ये दूसरे लोगों से हम गवाही करवा सकते हैं क्या? അത് ദൈവം മനസ്സിലാക്കുന്ന എന്താ? ഒരു ആക്ഷനിലൂടെ വരും. कुछ काम के द्वारा ही ये प्रकट होता है. നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ പെരുമാറ്റത്തിലെ, നമ്മുടെ ഇടപാടിലൊക്കെ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ള വസ്തുത മറ്റുള്ളവർ അറിയുവാനായിട്ട് ഇടയുണ്ടാകുന്നുണ്ടോ എന്ന് ചോദിക്കണം. मेरे काम के द्वारा, मेरे तौर तरीके या जीवनचर्या के द्वारा मैं परमेश्वर का भय मानता हूँ, ये दूसरों को दिखता है क्या? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. दूसरा कोरिन्थी 7 का 1. ആകെ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടുപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളി. अतः हे प्रियो, जबकि ये प्रतिज्ञाएं हमें मिली हैं, तो आओ हम अपने आप को शरीर और आत्मा की सब मलिनता से शुद्ध करें और परमेश्वर का भय रखते हुए पवित्रता को सिद्ध करें. Perfecting holiness in the fear of God. हालेलुया. परमेश्वर का भय रखते हुए पवित्रता को सिद्ध करना. അപ്പോൾ വിശുദ്ധിയെ തികയ്ക്കാനായിട്ട് ദൈവ ഭയത്തിലാണ് നമ്മെ തന്നെ ഒരുക്കേണ്ടത്. तो पवित्रता को सिद्ध करना है तो परमेश्वर का भय मानना जरूरी है. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഞാൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തെ അനുസരിക്കാനായിട്ട് തയ്യാറുള്ള വ്യക്തിയാണോ എന്ന് ചോദിക്കണം. मेरे प्रतिदिन के जीवन में परमेश्वर का भय मान के जीने के लिए मैं तैयार हूँ या नहीं, ये सवाल पूछना है. നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്ന ഈ ഗവൺമെന്റിനെ, കുറെ ആളുകളെ, കുറെ സമൂഹത്തെയൊക്കെ. हम यहाँ की सरकार से, यहाँ के लोगों से या कुछ व्यक्तियों से डरते हैं. എന്നെ ആരും തെറ്റിദ്ധരിക്കരുത്. गलत मत समझिए. ഇന്ന് 1-2 കുഞ്ഞുങ്ങളെന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പോൾ ചിലര് പറഞ്ഞു ഗവൺമെന്റ് ജോലി കിട്ടുകയില്ല, റേഷൻ കിട്ടുകയില്ല, അപ്പൊ നമ്മളെല്ലാം 1-2 ഒതുക്കി. നമ്മൾ ഭയപ്പെടുന്നത് ആരെയാ? ഗവൺമെന്റിനെ. 1 या 2 बच्चे ही होने चाहिए बोला तो हम लोग बातें करने लगे और सरकार से डरने लगे. നമ്മള് ഫാമിലി പ്ലാനിങ്ങിലോട്ട് പോയി. फैमिली प्लानिंग करने लगे. എന്നാൽ ഞാൻ നേരെ തിരിച്ചു പഠിപ്പിക്കുന്നതാണ് പ്ലാൻഡ് പാരന്റ്ഹുഡ് വേണം നമുക്ക്. लेकिन यहाँ पे हम उल्टा अलग तरीके से सिखाते हैं कि जो प्लानिंग है वो अपने पालन पोषण में होना चाहिए. നമ്മള് മാതാപിതാ बनने. നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട, കർത്താവേ എന്റെ കുടുംബ ജീവിതത്തിൽ അങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് മുഴുവൻ എനിക്ക് വേണമെന്നാ പറയുന്നത്. हमको प्रार्थना में ये कहना है कि हे प्रभु, मेरे जीवन में जो भी अनुग्रह आपने तय किया है वो सब मुझे चाहिए. അത് 10 കുഞ്ഞുങ്ങളായാലും കൊള്ളാം, കർത്താവെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. वो अगर 10 बच्चे होंगे तो वो भी मैं स्वीकार करूंगा. കുടുംബ ജീവിതം എന്ന് പറഞ്ഞത്, ഞാൻ അതിന് പറയും, ഫാമിലി എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ കോൾ ഫോർ എ ഹോളിനെസ്. परिवार जो है वो एक पवित्रता का बुलाहट है. Marriage is a holy calling by a holy God for a holy living. शादी या विवाह जो है वो एक पवित्र बंधन है, जो एक पवित्र परमेश्वर एक पवित्र जीवन के लिए बुलाते हैं. കുടുംബജീവിതം ആരംഭിച്ചതിന് ശേഷം എന്നും പറയുന്ന, എടി നീ നിമിത്തമാണ് എന്റെ ജീവിതം നശിച്ചതെന്ന. विवाह के बाद अक्सर हम लोग तेरे कारण ही जीवन में सारी तकलीफ हुई है बोलते हैं. നിങ്ങളുടെ നിമിത്തമാ ഞാൻ ഈ മോഡലായതെന്ന് നമ്മൾ പറയുന്നത്. तुम्हारे कारण ही मेरी अवस्था भी ये हुई है, वो पत्नी बोलती है. നിന്നെ ഒന്ന് ലെവലാക്കാനായിട്ട് ഒരു സഹോദരനെയോ ഒരു സഹോദരിയോ നിന്റെ കൂടെ തന്നതാ, നീ വിശുദ്ധി പ്രാപിക്കാനാ തന്നത്. तू पवित्र हो जाए इसीलिए एक संगी साथी को तुम्हें दिया है. നമ്മൾ എല്ലാ ദിവസവും പറയുന്നത്, അയ്യോ എന്റെ അപ്പ ഈ മോഡലാണല്ലോ, ഞാൻ സഹികെട്ടെന്നാ പറയുന്നത്. लेकिन हम लोग बोलते हैं कि इसकी वजह से ही मेरे जीवन में सारी तकलीफ आई. ഒരവസരത്തിലെ ICPFന്റെ ഒരു മീറ്റിംഗ് നിലമ്പൂര് വെച്ച് നടത്തുമ്പോൾ അവരുടെ ഫാമിലി കൗൺസിലിങ്ങിന് എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. ICPS की एक संगति में इनको वहाँ पे फैमिली काउंसलिंग के लिए बुलाया था. അപ്പൊ ഫാമിലി കൗൺസിലിങ്ങിന് ഇങ്ങനെ കുടുംബങ്ങൾ ഓരോരുത്തരും, അപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് വന്നു. അപ്പൊ ഞാൻ ഈ വൈഫ് എന്ത് ചെയ്യുന്നത്, അപ്പൊ എന്നോട് കൊണ്ട് സാറ് വിവരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പുള്ളിയൊക്കെ പറയാൻ തുടങ്ങി. वहाँ पे जब एक दूसरे से बात कर रहे थे, सब परिवार आए हुए लोगों के बीच में एक आदमी था जो अकेला आया. അപ്പൊ പുള്ളി മലപ്പുറത്തുനിന്നുള്ള ആളാണ്. वो मलप्पुरम से आए थे. പുള്ളി പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ട ആള്. 4 വർഷമായിട്ട് കർത്താവിനെ ഉത്സാഹമായിട്ട് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരാളാണ്. 4 साल से परमेश्वर की सेवा कर रहे हैं, विश्वास में आए हैं और
अच्छा काम कर रहे हैं। എന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ ഭാര്യ കൂടെ ഇവിടെ വരേണ്ടതാ, പക്ഷെ അവള് വന്നില്ല. तो उनसे जब पूछा तो उन्होंने कहा मेरी पत्नी को भी आना तो जरूरी था, लेकिन वो नहीं आई। അവള് ഇന്നേ വരെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല. वो आज तक यीशु मसीह को उन्होंने पत्नी ने अभी तक स्वीकार नहीं किया എനിക്ക് है। കർത്താവിന്റെ വേലയ്ക്ക് വിളിയുണ്ട്. वे को परमेश्वर की प्रभु की सेवकाई के लिए बुलाहट है। ഇതൊന്നും പറഞ്ഞു വീട്ടിൽ ചെല്ലാൻ ഒക്കില്ല. ये सब बोल के मैं घर नहीं जा सकता। സാർ എന്നോടൊന്ന് സജസ്റ്റ് ചെയ്ത് അവിടെ വരെ വിഷം കൊടുത്ത് കൊന്നാല് എനിക്ക് കർത്താവിന്റെ വേല ചെയ്യാമല്ലോ. और वो यहाँ को सवाल पूछने लगे कि क्या मैं उसको जहर देके मार दूं कि मैं सेवा करने जा सकूं। എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തെ, ഈ ചിന്ത തന്നെ പാപമാണ്. उनसे कहा कि ये जहर देने वाली सोच ही गलत है। നിന്നെ ദൈവം നിന്റെ ഭാര്യയുമായിട്ട് കൂട്ടിച്ചേർത്തതിന്റെ ഉദ്ദേശം വചനം കൂടാതെ അവള് നിന്നോട് ചേർന്ന് വരുവാനായിട്ട് ഇടയുണ്ടാകാൻ വേണ്ടി തന്നതാ. वचन के बिना भी वो तुम्हारे साथ जुड़ जाए, इसीलिए परमेश्वर ने उसको तुम्हें दिया है। അപ്പൊ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? तो करना क्या है? അവളെ കൊന്നിട്ട് നീ കർത്താവിന്റെ വേല എന്ത് വേല നീ ചെയ്യാൻ പോണേ? उसको मार के अगर परमेश्वर की सेवा करेंगे तो क्या सेवा करोगे? ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഇത് എനിക്ക് മനുഷ്യനെ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. अगर मैं परमेश्वर का भय मानता हूँ तो किसी मनुष्य से डरने की जरूरत नहीं है। ദൈവത്തെ ഭയപ്പെടുന്നത് ജീവിതത്തിൽ മറ്റുള്ളവരെ കൂടെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ മുഖാന്തരമാണ്. परमेश्वर का भय मानने से हम दूसरों को भी परमेश्वर के भय में ला सकते हैं। അതുകൊണ്ടാണ് ഇവിടെ വായിച്ചത് പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ്. इसीलिए यहाँ लिखा है परमेश्वर का भय रखते हुए पवित्रता को सिद्ध करना। കുടുംബ ജീവിതം ദൈവം തന്നിരിക്കുന്നത് परिवार का जीवन जो प्रभु ने दिया है, നിങ്ങളെ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. तुम और पवित्र बनो इसके लिए। ഞാന് വിവാഹ ശുശ്രൂഷ ഞാനായിട്ട് നടത്തുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിന്റെ അഴുകെ നിൽക്കുന്ന ഈ പ്രിയ സഹോദരനെ, ഈ പ്രിയ സഹോദരിയെ സ്വർഗ രാജ്യത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നീ താല്പര്യപ്പെടുന്നു? जब विवाह की सेवकाई करते हैं तो वहां पे पूछते हैं कि तुम्हारे पास जो खड़े हैं जो जिनको तुम पति या पत्नी के रूप में स्वीकार करते हो, उसको स्वर्ग में ले जाने में तुम कोशिश करोगे क्या? ഞാൻ ഒരാളോട് ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചു, ഒരു രൂപ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ വെഡിങ് ഡേ ആണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറയാ, എന്റെ വെഡിങ് ഡേ ആണിത്, എന്റെ വിവാഹം, അതെ ആനിവേഴ്സറി. किसी से बात कर रहे थे तो उन्होंने कहा आज शादी की सालगिरह है। അപ്പൊ ഞാൻ ചോദിച്ചു, അത് സെലിബ്രേഷൻ വേണ്ടേ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ, എന്റെ കുടുംബജീവിതം ആരംഭിച്ച് ഇത്ര വർഷമായെന്നുള്ളതിന്. तो इन्होंने कहा उसके लिए तो कोई आयोजन होना चाहिए, इसको तो अच्छे इससे मनाना चाहिए, इतने साल बिताए बोल के। അന്ന് മുതലാണ് എന്റെ മരണം ആരംഭിച്ചത്. तो उस भाई ने कहा जिस दिन से शादी हुई उस दिन से मेरा मरण दिन चल रहा है, അതുകൊണ്ട് ആഘോഷിക്കാനൊന്നുമില്ല. इसीलिए उसमें आनंद मनाने वाली कोई बात है ही नहीं। ഞാൻ പറഞ്ഞു, ഒരു നിലയ്ക്ക് ആ മരണം എന്നുള്ളത് ഞാൻ എന്നുള്ള ചിന്താഗതി മാറിയിട്ട് ഞങ്ങൾ എന്നുള്ള ചിന്താഗതിയിലേക്ക് വരാൻ ദൈവം തന്നതാണിത്. वो मैं जो सोच है उसमें से हम वाले सोच में आने की जरूरत है। എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്ത് ഞാൻ കുറച്ച് നാൾ താമസിച്ചു, കോഴിക്കോട്. कोഴിക്കോട് कैलिकट इंजीनियरिंग कॉलेज के पास कुछ समय रहते थे। അപ്പൊ ഒരു ദിവസം രാവിലെ അവിടുത്തെ ഞാൻ സുവിശേഷമൊക്കെ പങ്കുവെക്കുന്ന ഒരു സാർ എന്നെ വിളിച്ചു, ഉടനെ വരണം. सुसमाचार बांटने वाले एक सर थे वहां पे, उनके साथ बात करते थे, उन्होंने एक दिन बुलाया। അപ്പൊ ഞാൻ ചെന്നപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവിടെ 2 റൂമിൽ ഇരിക്കുക. वहां जब गए तो पति और पत्नी 2 अलग कमरों में बैठे हैं। അപ്പൊ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, എനിക്ക് സാറിന്റെ വർത്തമാനേ കേൾക്കണ്ട. पत्नी ने इनसे कहा कि आपकी बात मुझे सुननी ही नहीं है। അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാണ്? ആ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അപ്പറേ. तो इन्होंने जब पूछा कि क्यों क्या हुआ, बोला तो उस कमरे में जो आदमी बैठा है, बोला പുള്ളിയല്ലേ വിളിച്ചത്, പുള്ളിയോട് ചോദിക്കുക എന്നാ കാര്യമൊന്നും. उसी आदमी ने बुलाया है ना, उससे पूछो। അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, സാറേ ഇന്നലെ ഞാന് വളരെ ക്ഷീണനായി വന്ന് ഇവിടെ കിടന്നു, അതാണ് പുള്ളിക്കാർക്ക് ഏറെ പ്രശ്നമായത്. तो उन्होंने कहा कि कल रात को मैं थका हुआ था, थक के आके मैं यहाँ पे सो गया। तो ये उनकी गुस्से का कारण है। സഹോദരിയോട് ചോദിച്ചു, എന്നാ കാര്യം എന്ന് ചോദിച്ചു. तो पत्नी से पूछा क्या हुआ? ഞാൻ ഇന്നലെ രാത്രി പുള്ളിക്കാരനെ വിളിച്ചു, അപ്പൊ അതെ ഓൺ ദ വേ ആണ്, വഴിയിലാണെന്ന് പറഞ്ഞു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, രാത്രി 11 മണി വരെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. വന്നോടം വന്ന് പുള്ളി കിടക്കയിൽ ഒരു ഒറ്റ കിടപ്പ് ഉറക്കം. तो पत्नी ने कहा कि इनके लिए खाना बनाया था और मैं खुद भूखी बैठी थी और ये इनके लिए इंतजार किया, ये आए और सीधा लेट गए।
അപ്പം ഭക്ഷണം കഴിക്കണമെന്ന് ചോദിച്ചു. ഓ എനിക്ക് ക്ഷീണമാ, ഞാൻ കിടക്കാമെന്ന് പറഞ്ഞാൽ കിടന്നു. तो पत्नी ने पति से पूछा था कि खाना नहीं खाना क्या, तो इन्होंने कहा नहीं मैं थका हुआ मैं सो गया. പുള്ളി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പുള്ളി കൈയൊക്കെ മണത്ത് നോക്കി, കൈയൊക്കെ ഇങ്ങനെ മണത്ത് നോക്കി. When he was sleeping. जब पति सो रहे थे तो पत्नी ने आके उनका हाथ सूंघ के देखा. അപ്പൊ വെറുതെ അല്ല, ശാപ്പാട് അടിച്ചിട്ടുണ്ട്. तो पता चल गया ऐसे ही नहीं खाना खा के आए हैं. അപ്പൊ ആർട്ടിഫിഷ്യൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു കോൺഫറൻസിന് പോയി അവിടുന്ന് ഫുൾ ടു ഫുൾ അടിച്ചിട്ട് പുള്ളിയോട് വന്ന് കിടന്നു ഉറങ്ങിയില്ല. वो एक कॉन्फ्रेंस में गए थे, वहां पे कॉन्फ्रेंस के बाद खाना खा के आए थे, इसीलिए वो सो गए. എന്നാ ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നോ, ഞാന് കഴിച്ചിട്ടാ വരുന്നത്, നീ ഇതിനെ കാത്തിരിക്കണ്ട കഴിച്ചോ എന്ന് പറയാമായിരുന്നില്ലേ? പറഞ്ഞില്ലല്ലോ. तो पत्नी का जो गुस्सा करने का कारण ये था कि अगर खाना खा के आ रहे थे तो कम से कम बता देते तो मैं इंतजार नहीं करती. എന്റെ കുടുംബ ജീവിതം എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാനായിട്ട് ദൈവം തന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. मेरा परिवार जो मुझे मिला है वो पवित्रता मेरे को चलाने के लिए मिला है करके विश्वास करते हैं. Are we really fearing God? क्या हम सच में परमेश्वर का भय ഞാൻ मानते हैं? ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട് എന്റെ മക്കളെ ഞാൻ ശിക്ഷണത്തിൽ വളർത്തണം, എന്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കണം, മാത്രമല്ല ഞങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരണം എന്നുള്ള താല്പര്യത്തിലാണോ ജീവിതം നയിക്കുന്നത്? मैं परमेश्वर का भय मानता हूँ, इसीलिए मैं अपनी पत्नी से प्रेम करता हूँ, अपने बच्चों को सही सीख दे के पालता हूँ और चाहता हूँ कि मेरा परिवार अनुग्रहित हो. क्या ऐसा है क्या? എബ്രാമിന് ഇതേ തന്റെ കുഞ്ഞിനെ വിറകൊക്കെ അടക്കി യാഗപീഠത്തിൽ കിടത്തുമ്പോൾ ദൈവം പറയുന്നത്, നീ അവന്റെ മേൽ കൈവെക്കരുത്, നീ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. जब लकड़ियां सब तैयार करके इसहाक को उसके ऊपर डाला और मारने के लिए तैयार हुए तो परमेश्वर ने बुला के कहा कि अपने लड़के पे हाथ मत डालना, तू मेरा भय मानता है ये मैं जानता हूँ. സ്നേഹം പ്രകടമാക്കേണ്ടത് കൊടുത്തിട്ടാണ്. प्रेम देने पर ही प्रकट होता है. ആ കൊടുക്കുന്നത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ കൊടുക്കുക. उसके लिए अपना सबसे जो जिगरी है प्यारा है वो देने के लिए तैयार रहे. അപ്പോൾ ദൈവം പറയുന്നത്, നീ എന്നെ ഭയപ്പെടുന്നു. तब प्रभु जान जाएंगे कि हम उनसे भय मानते हैं. മൂന്നാമത്തെ പ്രധാന കാര്യം അതിന്റെ 18-ാം വാക്യത്തിൽ, तीसरा उसके 18वें वचन, ജെനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 18. उत्पत्ति 22 का 18. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നു, ഞാൻ എന്നോട് തന്നെ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. और पृथ्वी की सारी जातियां अपने को तेरे वंश के कारण धन्य मानेगी, क्योंकि तूने मेरी बात मानी है. ഒബീഡിയൻസ്, आज्ञा पालन. ദൈവത്തിന്റെ വാക്ക് നമ്മൾ അനുസരിക്കുമോ? क्या परमेश्वर के वचनों का अनुसरण हम करेंगे നമ്മൾ क्या? പലപ്പോഴും പറയും, കർത്താവെ ഞാൻ അനുസരിക്കാം. हम मुंह से तो कहते हैं कि मैं अनुसरण करूंगा, There are certain conditions. लेकिन उसकी कुछ व्यवस्थाएं भी हैं. അതോടുള്ള ബന്ധത്തിലുള്ള അനുസരണം എനിക്ക് പറ്റുള്ളൂ. उससे संदर्भ में ही मैं आपका आज्ञा पालन कर पाऊंगा, ऐसा बोलते हैं. ദൈവം എപ്പോഴും താല്പര്യപ്പെടുന്നു, നീ എന്നെ വാസ്തവത്തിൽ അനുസരിക്കുന്നതെങ്കിൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തയ്യാറാണ്. अगर मेरा अनुसरण या आज्ञा पालन करना चाहते हो तो बिना किसी व्यवस्था के मेरा आज्ञा मानना होगा, ऐसा परमेश्वर चाहते നമ്മള് हैं. പലപ്പോഴും പല കണ്ടീഷൻസ് വെച്ചിട്ട് ഈ കണ്ടീഷൻ ആണെങ്കിൽ ഞാൻ നിന്നെ അനുസരിക്കാം. अगर आप ऐसा मेरे लिए करेंगे तो मैं आज्ञा पालन करूंगा करके हम बोलते हैं. എബ്രാഹിമിന്റെ ജീവിതത്തിലെ ഒരു ചോദ്യവുമില്ല, കർത്താവെ നീ എന്നോട് എന്താ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാമെന്നുള്ളത്. लेकिन परमेश्वर से अब्राहम ने कहा कि आप जो कहेंगे बिना सवाल जवाब के मैं आज्ञा पालन करूंगा. ഇതിന് ഉത്തമ ഉദാഹരണമാണ് നോഹയുടെ ചരിത്രം. इसके लिए सबसे अच्छा उदाहरण है नूह का चरित्र. നിങ്ങള് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന് 7-ാം വാക്യം വായിക്കണം. Hebrews chapter 11 verse 7. इब्रानी 11 का 7. അവിടെ തന്റെ ജീവിതത്തിലെ താൻ എങ്ങനെയാണ് ദൈവത്തെ അനുസരിച്ചതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. नूह ने वहां पे परमेश्वर का अनुसरण कैसे किया ये पढ़ते हैं. ഒന്ന് വായിച്ചേ, എബ്രായ ലേഖനം 11-ന്റെ 7. इब्रानी 11 का 7 पढ़ेंगे. വിശ്വാസത്താൽ നോഹ ഇതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയപ്പെട്ടുകൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. മതി. ഇവിടെ ഇതേവരെ കാണാത്തതിനെ കുറിച്ചുള്ള ദർശനമാണ്. विश्वास ही से नूह ने उन बातों के विषय में जो उस समय दिखाई न पड़ती थी चेतावनी पाकर
भक्ति के साथ अपने घराने के बचाव के लिए जहाज बनाया। ഇവിടെ നമ്മൾ വായിക്കുന്നത് നോഹ അതുവരെ മഴ പെയ്യുന്നത് കണ്ടിട്ടില്ല. नूह ने तब तक बारिश होते हुए कभी नहीं देखा है। അതേവരെ ഭൂമി നനച്ചു വന്ന് മഞ്ഞുകൊണ്ടാണ്. तब तक जो धरती गीली होती थी वो धुंध से होती थी। അപ്പോഴാണ് ദൈവം പറയുന്നത് നീ ഒരു പെട്ടകം ഉണ്ടാക്ക്, അതിനകത്ത് നീ കയറണം എന്ന് പറഞ്ഞ് കണ്ടീഷൻസ് ഒക്കെ ദൈവം പറയുകയാണ്. तब परमेश्वर ने कहा कि एक जहाज बनाओ और उसके अंदर जाना है करके सब व्यवस्थाएं बताई। ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. उत्पत्ति 6 के 22 पे ऐसा लिखा है। ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. വിത്തൗട്ട് എനി ആൾട്ടറേഷൻ. परमेश्वर की इस आज्ञा के अनुसार नूह ने किया। ഒരു ചോദ്യവുമില്ല. कोई सवाल नहीं पूछा। ഇനി മഴ പെയ്യുമോ പെയ്യാതിരിക്കുമോ ഒന്നുമില്ല, ദൈവം പറഞ്ഞു ഞാൻ ചെയ്യാം. बारिश होगी या नहीं होगी वो कुछ नहीं पता, लेकिन परमेश्वर ने कहा है तो मैं कर रहा हूँ। നമ്മുടെ ജീവിതത്തില് ദൈവത്തെ നാം ഭയപ്പെട്ടുകൊണ്ട് ദൈവം പറഞ്ഞതെല്ലാം ചെയ്യാനായിട്ട് തയ്യാറുള്ള വ്യക്തികളാണോ എന്ന് ചോദിക്കണം. परमेश्वर की सारी आज्ञाओं को पालन करके करने वाले मनुष्य हैं या नहीं, ये सवाल पूछना है। നമ്മൾ പറയും കർത്താവെ ഞാൻ അനുസരിച്ചു കൊള്ളാം, ബട്ട് എനിക്ക് കുറച്ച് വേറെ ചില കാര്യങ്ങളുണ്ട്. हम लोग अक्सर बोलते हैं प्रभु मैं आपकी आज्ञा पालन तो करूंगा लेकिन मेरी कुछ व्यवस्थाएं हैं। കർത്താവ് പറഞ്ഞു നീ എന്നെ വന്ന് അനുഗമിക്കാന്ന് പറഞ്ഞപ്പോ ഒരുത്തൻ പറഞ്ഞു ഞാൻ രണ്ട് വേറെ കാളേനെ വാങ്ങിച്ചിട്ടുണ്ട്, അവരെ ഒന്ന് ശരിയാക്കിയിട്ട് പിന്നെ വരാമെന്ന്. प्रभु ने एक आदमी से कहा कि मेरा अनुसरण कर, मेरे पीछे आ बोला, तो उसने कहा कि मैंने 2 बैल खरीदे हैं, इसीलिए उनका जरा काम करके आता हूँ। മറ്റൊരുത്തൻ പറഞ്ഞു അതല്ല ഇപ്പൊ എനിക്ക് വരാനായിട്ട് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്, എന്റെ അപ്പനോട് കൂടെ യാത്രയൊക്കെ പറഞ്ഞു ചെന്ന് യാത്രയൊക്കെ നടത്തിയിട്ട് വരാമെന്ന്. दूसरे आदमी से पूछा तू मेरे साथ आ बोला, तो उसने कहा कि मैं अपने माता पिता से विनती अनुमति मांग के आता हूँ। കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് പറഞ്ഞു മത്തായിനും പിന്നെ പത്രോസിനോടൊക്കെ പറഞ്ഞു നീ എന്നെ അനുഗമിക്കാവുന്നത് വിട്ടേച്ച് ഇങ്ങോട്ട് പോകും. എന്തോ കാര്യം ഇത്. मत्ती पत्रस से सब जब कहा था कि तू मेरे साथ आ, तो वहीं का वहीं सब कुछ छोड़ के उनके पीछे चल दिए। ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കാനായിട്ട് നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് പറ്റൂല. अगर हम अपने आसपास की बातों को ध्यान देंगे तो परमेश्वर का अनुसरण नहीं कर पाएंगे। ഞാൻ എന്റെ സുവിശേഷ വേലയ്ക്കുള്ള എന്റെ സമർപ്പണത്തില് ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു. सुसमाचार के प्रचार के लिए जब समर्पण करना था तो बड़ी दुविधा में थे। എന്നെ പ്രിയപ്പെടുന്ന എന്റെ ഒരു ആന്റി അവര് പെന്തക്കോസ്തിലൊക്കെ, അപ്പൊ അവരെന്നോട് പറഞ്ഞു അതൊക്കെ ആണേലും മോനെ അപ്പനൊരു ചെറിയ വെളിവുകേട് ഉള്ളതുകൊണ്ടായി സുവിശേഷ വേലയ്ക്ക് വന്നത്, എനിക്കും ആ അസുഖം പിടിച്ചെന്നുള്ളതിൽ എനിക്ക് സങ്കടമുണ്ട്. ഐ എം നോട്ട് നോർമൽ. That's the reason you are also entering into full-time ministry. किसी एक दूसरी एक किसी से जब बात किया तो उन्होंने कहा आपके पिता को शायद दिमाग में कुछ खराबी थी, इसीलिए वो ऐसे सुसमाचार सुनाने के लिए आए, आपको भी यही तकलीफ है करके जान के दुख हो रहा है बोला। ഞാൻ പറഞ്ഞത് ദൈവത്തെ ഭയപ്പെടാനായിട്ട് നമുക്ക് കഴിഞ്ഞെങ്കിൽ പല കാര്യങ്ങളും വിശ്വാസത്തോടുകൂടി എൻറ്റർ ചെയ്യാനായിട്ട് കഴിയും. अगर परमेश्वर का अनुसरण करना है तो विश्वास के साथ जाना होगा। നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ വാക്യം ഞാൻ ഒന്നുകൂടെ കൊണ്ടുവരിക. ഈ 18 അല്ല 22-ന്റെ 18 उत्पत्ति 22 का 18 നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് എന്താ സംഭവിച്ചാൻ പോകുന്നത്? നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. और पृथ्वी की सारी जातियां अपने को तेरे वंश के कारण धन्य मानेगी, क्योंकि तूने मेरी बात मानी है। നീ ദൈവത്തെ അനുസരിച്ചാൽ तू अगर परमेश्वर का अनुसरण की बात परमेश्वर की बात मानेगा तो ഭൂമിയിലുള്ള സകല ജാതികൾക്കും നീ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുക. पृथ्वी की सारी जातियां तेरे कारण अनुग्रहित होंगी। അപ്പൊ നമ്മളെ അനുസരിച്ചില്ലല്ലോ, अगर हम अनुसरण नहीं करेंगे तो മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് ഞാനും നിങ്ങളും തടസ്സമാണ്. दूसरों के अनुग्रह के लिए मैं और आप बाधा बन जाएंगे। ഇന്ന് നിങ്ങളോട് തന്നെ ചോദിക്കണം, മറ്റുള്ളവരുടെ അനുസരണത്തിന് നിങ്ങൾ തടസ്സം നിൽക്കാനാണോ താല്പര്യം, അതോ മറ്റുള്ള അനുസരണത്തിന് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് ഞാൻ ഒരു പങ്കാളിയാകാനാണോ താല്പര്യം? दूसरों के अनुसरण में बाधा बनना है या दूसरों के अनुग्रह का कारण बनना है? ഞങ്ങൾക്ക്
കണ്ണൂര് ഇവിടെ ധർമ്മശാലയ്ക്ക് അടുത്ത് ഒരു സ്ഥലത്ത് ഒരു പ്രവർത്തനമുണ്ട്, ഒരു സുവിശേഷ പ്രവർത്തനം. ഇന്നേ വരെ ആരും സുവിശേഷം കേൾക്കാത്ത ഒരു ഏരിയ. धर्मशाला नामक एक जगह पे किसी ने सुसमाचार नहीं सुना, ऐसी एक जगह है. അവിടെ ഒരു സഹോദരൻ റഹീം രക്ഷിക്കപ്പെട്ടു. वहाँ पे रहीम नामक एक भाई उद्धार में आया. അപ്പൊ റഹീമിന്റെ കല്യാണാലോചന പലയിടത്തും നടത്തി. നമ്മുടെ മലയാളികള് ക്രിസ്ത്യൻസ് ഒക്കെ പറഞ്ഞു ഇതൊക്കെ ആണെങ്കിലും അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും അവൻ തുറുക്കനല്ലേ എന്ന് പറഞ്ഞ അവരാരും അവന് പെണ്ണ് കൊടുക്കാൻ തയ്യാറായില്ല. तो उनके विवाह का जब सवाल उठा तो जो वहाँ के ईसाई थे उन्होंने कहा जानते हैं कि ये उद्धार में आ चुके हैं, लेकिन फिर भी ये है तो एक मुसलमान नहीं, इसकी वजह से अपनी बेटी नहीं देना चाहते. എന്തുവായാലും വേണ്ടില്ല, ആലപ്പുഴയിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന് ഒരു പ്രപ്പോസലൊക്കെ കണ്ടെത്തി. എന്നിട്ട് ഞങ്ങൾ ആ പ്രപ്പോസലിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. और आलपुरा से एक जो रिश्ता था वो आया, तो वहाँ पे उसको देखने के लिए गए. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് ഒരു നല്ല യാത്രയുണ്ട്. ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം യാത്രയുണ്ട്. कन्नूर से आलपी तक जाना है तो 8 घंटे का सफर है. അപ്പൊ റഹീമിനെയും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോവാ. तो इस भाई रहीम के साथ जा रहे हैं. റഹീമിന്റെ വീട്ടുകാരും റഹീമിനെ അംഗീകരിക്കുന്നില്ല. रहीम के घर में कोई उनको स्वीकार नहीं करता. റഹീം എപ്പോഴും പറയും ഞാന് ഒറ്റപ്പെടലിന്റെ ഇതാണ് ഞാൻ ഏറെ എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. तो रहीम जो थे वो कहते थे कि अकेलापन ही सबसे ज्यादा मुझे सताता है. അപ്പൊ നമ്മളൊക്കെയാണ് റഹീമിന്റെ സ്നേഹിതര്, റഹീമിന്റെ പേരന്റ്, അല്ലെങ്കിൽ ഫാദർ, ബ്രദർ ഒക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. तो हम लोग जो कलसिया के लोग थे वही वहाँ पे उनके भाई बंधु सबके रिश्तेदार बन के थे. അപ്പം പോവാനായിട്ട് പെണ്ണ് കാണാനായിട്ട് പോകുന്നതിന് മുമ്പേ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പ്രാർത്ഥിക്കുക. तो लड़की देखने जाने वाले हैं तो उसके लिए उससे पहले प्रार्थना कर रहे हैं. അപ്പൊ റഹീമിന്റെ ചില കൂട്ടുകാരെ കൂടെ വിളിച്ചു. तो रहीम के कुछ जो दोस्त थे उनको भी बुला लिया. അപ്പൊ രമേശ് എന്ന് പറഞ്ഞ പ്രിയ സഹോദരൻ അവിടെ വന്നു. तो रमेश नामक एक भाई वहाँ पे आया. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ റഹീമിനെ അനുഗ്രഹിക്കണം, റഹീമിനെ പോണ ആ വഴിയാത്രയെ അനുഗ്രഹിക്കണം, റഹീമിനെ പ്രപ്പോസ് ചെയ്യുന്ന ആ കൊച്ചിനെ അനുഗ്രഹിക്കണം, ഈ ധർമ്മശാല ഈ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവരെ അനുഗ്രഹിക്കണം, റഹീമിന്റെ ഫ്രണ്ട്സിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവരെ അനുഗ്രഹിക്കണം, എല്ലാരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. तो वहाँ पे सबको अनुग्रह देके, जहाँ पे उस यात्रा में रहीम को जिस लड़की को देखने जा रहे हैं वो जगह धर्मशाला, उन सबको बोल के उनको अनुग्रह करना बोल के प्रार्थना किया. നമുക്കറിയില്ല, രമേശ് എന്ന് പറഞ്ഞ പ്രിയ സഹോദരൻ ഈ പരിപാടി കണ്ടിട്ടില്ല. പുള്ളി കണ്ണു തുറന്നു നോക്കി, അയ്യോ ഇദ്ദേഹം കണ്ണടച്ചേച്ച് ഈ പ്രായമുള്ള ആളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. तो ये रमेश नामक जो भाई था वो उसने ये सब कुछ पहले देखा नहीं है, वो विश्वास में नहीं थे. तो वो देख रहे हैं कि कोई ऐसे हाथ बंद करके सबको अनुग्रह देके प्रार्थना कर रहे हैं. അതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ രമേശ് റഹീമിനോട് ചോദിച്ചു, ഇദ്ദേഹം ഇങ്ങനെ എല്ലാവരെയും അനുഗ്രഹിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക? तो ये जो रमेश था उन्होंने रहीम से पूछा, ये जो है ये सबको ऐसा अनुग्रह देके प्रार्थना करते हैं क्या? റഹീം പറഞ്ഞു, ഇയാള് അടുത്ത ആഴ്ച ഇയാൾക്കും വേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമെന്ന്. तो रहीम ने बोला कि तू भी आजा, तेको भी अनुग्रह मिलेगा. അങ്ങനെ പുള്ളിക്കാരൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമല്ലോ എന്ന് വെച്ചിട്ട് പുള്ളി വന്നു. तो मुझे भी अनुग्रह मिलेगा सोच के ये रमेश भी आ गए. അപ്പം അദ്ദേഹത്തെ അനുഗ്രഹിച്ച് റഹീം കൊണ്ടുവന്നു പറഞ്ഞു, എന്റെ കൂട്ടുകാരനെ ഇവനെ ഈ ഞായറാഴ്ച പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. तो इस रविवार को प्रार्थना में आएंगे बोला, इनको अनुग्रह देना है बोला, तो अनुग्रह देके प्रार्थना किया. പുള്ളിക്കാരന് ആ ജംഗ്ഷനില് ഈ പച്ചക്കറി കൊണ്ടുവന്ന്, അതായത് ചീര കൊണ്ടുവന്ന് വിൽക്കുന്ന ആളെ വലിയ കെട്ടുകെട്ട് വാങ്ങിക്കും, എന്നിട്ട് അത് 10 രൂപ കെട്ടായിട്ട് ഇങ്ങനെ വിൽക്കും. वो ऐसे सब्जी बेचने वाला काम करते हैं. तो वहाँ पे बहुत ये सब्जी लेकर आके छोटे छोटे इसमें बेचते हैं. പിറ്റേ ദിവസം പുള്ളിയുടെ വലിയ കെട്ട് 1 മിനിറ്റിനകം തീർന്നു. വീണ്ടും പോയിട്ടൊരു വലിയ കെട്ട് വാങ്ങിച്ചുകൊണ്ടു, അതും തീർന്നു. പുള്ളി പറഞ്ഞു, പിറ്റേ ദിവസം പുള്ളി ആരാധനയ്ക്ക് വന്നേച്ച് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിന് പ്രത്യേകം നന്ദി, എന്റെ ചീരക്കെട്ടുകളെല്ലാം പുടുപുടാന്ന് തീർന്നു. वो अनुग्रह देके प्रार्थना करने के अगले दिन वो जब सब्जी बेचने गए, कुछ ही पल में सारी सब्जियां बिक गई और दूसरा ये लेकर आके बेचने लगे, वो भी बिक गया. तो इसके लिए उन्होंने धन्यवाद करना शुरू किया. പുള്ളിക്കാരൻ ഭാര്യയെ വിളിച്ചുകൊടുത്തു. എന്തോ ഒന്നിന്റെ പേര് മഞ്ജു. ഭാര്യയെ കൂടെ കൊണ്ടുവന്നു വേണ്ടി ഇങ്ങനെ ഒരു പാർട്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, എനിക്കും അനുഗ്രഹം കിട്ടും, നമുക്ക് വരാമെന്ന് പറഞ്ഞ് മഞ്ജുവിനെ കൂടെ കൊണ്ടുവന്നു. तो ये जो रमेश थे वो अपनी पत्नी को भी लेकर आए, उनका नाम मंजू था. तो उनसे कहा कि ऐसा कोई है जो अनुग्रह देके प्रार्थना करता है, तो तू भी आ जा, तेको भी अनुग्रह मिलेगा. അങ്ങനെ മഞ്ജുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. तो वो जो मंजू जो थी उनको भी अनुग्रह देके प्रार्थना किया. അടുത്ത ഒരു തയ്യൽ കട നടത്തുന്നയാള്, ടൈലറിംഗ് ഷോപ്പ് നടന്ന ആൾക്ക് ഗൾഫിൽ പോകാനായിട്ട് ഒരു അവസരം കിട്ടി.
അപ്പോൾ ഈ കട അവസാനിപ്പിച്ചിട്ട് പോകാൻ പുള്ളിക്ക് ഇഷ്ടമില്ല. അവിടെ റെഡിയായില്ലെങ്കിൽ വന്ന് വീണ്ടും തുടങ്ങണം. അതുകൊണ്ട് മഞ്ജുവിനോട് ചോദിച്ചത് എനിക്കിത് നടത്താവോ, എനിക്ക് 1000 രൂപ വെച്ച് തന്നാൽ മതി, എനിക്ക് ഒരു നല്ല സംഖ്യ കിട്ടുമെന്ന് പറഞ്ഞു. तो वहाँ पे दर्जी का काम कर रहा, टेलरिंग शॉप चलाने वाला कोई था जो दुबई जाना चाहता था. तो जाने के समय ये जो दुकान थी वो इनको देके, ये मंजू जो थी उनको देके चले गए. അപ്പം മഞ്ജു ഇത് എടുത്തപ്പോൾ മഞ്ജുവിന് ഓരോ മാസവും 2000, 3000 അങ്ങനെ 5000 രൂപ വരെ ഇൻകം ഇതിനകത്തുനിന്ന് കിട്ടുന്നു. अब मंजू ने जब ये दुकान ले ली तो उनको वहाँ पे 2000, 3000, 5000 तक उनकी कमाई होने लगी महीने में. അനുഗ്രഹം മേൽക്കുമേൽ വരാനായിട്ട് तो തുടങ്ങി. अनुग्रह बढ़ने लग गया. സുരേഷ് പച്ചക്കറി കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടി പോയിട്ട് ഓട്ടോറിക്ഷ വാങ്ങിച്ചു. रमेश जो थे उन्होंने ये सब्जी बेचने का जो काम करते करते अभी और बढ़ गया, अब ऑटो रिक्शा में चलने लगे. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഈ കറുത്ത പുസ്തകത്തിൽ നിന്ന് വായിച്ചതിന്റെ അനുഗ്രഹമാണ് ഇതൊക്കെ. तो उनको समझ में आया कि काली किताब में पढ़ने से ही अनुग्रह मिला. പുള്ളി അങ്ങനെ വേദപുസ്തകം വായിക്കാനും പഠിക്കാനും തുടങ്ങി. तो अब उन्होंने ये किताब पढ़नी शुरू की. ഒരു വർഷത്തിനു ശേഷം പുള്ളിക്കാരനും കുടുംബവും സ്നാനപ്പെട്ടു. 1 साल के बाद उन्होंने परिवार समेत बपतिस्मा लिया. അപ്പൊ ഞാൻ പറഞ്ഞു രമേശേ ഒന്ന് സാക്ഷ്യം പറയണോ. तो उनसे एक दिन कहा कि आप अपनी गवाही दीजिए. അപ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. പുള്ളി പറഞ്ഞു, ഞാൻ ഇങ്ങനെ വരാൻ കാര്യമുണ്ടായത് എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. तभी हमको समझ में आया कि ये आए किस लिए है. इन्होंने कहा कि मुझे अनुग्रह देके प्रार्थना करते हैं, इसीलिए मैं आता हूँ. പുള്ളി പറഞ്ഞു, ഞാൻ ഇതിന് മുമ്പേ പോയിട്ട് പ്രാർത്ഥിക്കാറുള്ള എന്റെ അമ്പലത്തില് എന്നെ അനുഗ്രഹിക്കണേ, എന്റെ അയൽവാസിയെ നശിപ്പിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. मैं जब पहले मंदिर में जाता था प्रार्थना के लिए तो बोलता था मुझे अनुग्रह दो और मेरा जो पड़ोसी है उसको बर्बाद कर दो करके मैं प्रार्थना करता था. എന്നാൽ അങ്ങനെയല്ല, ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കും അനുഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി. मुझे समझ में आया कि परमेश्वर अगर मुझे अनुग्रह करे तो उसके द्वारा दूसरों को भी अनुग्रह मिलता है. നാം ദൈവത്തെ അനുസരിച്ചാൽ നമ്മുടെ അനുഗ്രഹം നമ്മുടെ ചുറ്റുപാട് എല്ലാവർക്കും പങ്കുവെക്കാനായിട്ട് കഴിയും. मैं अगर परमेश्वर मुझे अनुग्रह देंगे तो वो अनुग्रह मेरे आस पड़ोस में भी फल देता है. രമേശ് വളരെ വിശ്വസ്തനാണെന്ന് നാട്ടിലെല്ലാം പരസ്യമായി. गांव में समाचार हो गया कि ये जो रमेश जो है वो बहुत विश्वास योग्य मनुष्य है. യേശുവിന്റെ അനുഗാമിയാണെന്ന് ആളുകൾ അറിഞ്ഞു. यीशु मसीह के पीछे चलते हैं करके पता चला. കണ്ണൂര് നിങ്ങളുടെ AKG ഹോസ്പിറ്റലിന്റെ നേരെ മുന്നിലെ ഒരു ഹോട്ടലിലെ അതിന്റെ കംപ്ലീറ്റ് മാനേജിംഗ് ഇപ്പോൾ രമേശാണ്. कन्नूर में AKG हॉस्पिटल के सामने एक होटल है, उसका सारा काम अभी इन्हीं का है. ആ ഓണർ രമേശിനെ മനസ്സിലാക്കിയപ്പോ പറഞ്ഞു, ഇയാളുടെ ആരാധനയ്ക്കൊക്കെ പൊക്കും, ഞായറാഴ്ചയൊക്കെ ബൈബിൾ സ്റ്റഡിക്ക് എല്ലാത്തിനും ഒഴിവ് തരാം, ഇയാള് കാര്യങ്ങളെല്ലാം നടത്തണം, എനിക്ക് വിശ്വസ്തന ഒരാളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയാല് അനുഗ്രഹങ്ങൾ തനിയേ നിങ്ങളുടെ അടുത്തോട്ട് വരിക. अगर परमेश्वर का अनुसरण करना शुरू करेंगे तो अनुग्रह अपने आप आएगा. നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. परमेश्वर की योजना के हम भाग हैं, ये विश्वास करते हैं क्या? ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. दूसरों को अनुग्रह देने के लिए हमें चुना है. മറ്റുള്ളവരെ ദൈവം അനുഗ്രഹിക്കാൻ താല്പര്യപ്പെടുന്നത് ഓൺ വൺ കണ്ടീഷൻ, അത് നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരാകണം. एक ही व्यवस्था है, अगर परमेश्वर का अनुसरण करेंगे तो गांव को अनुग्रह मिलेगा. അങ്ങനെയെന്ന് വരികില് ദൈവം പറയുന്നത്, നിന്നാൽ ഞാൻ സകല ജാതികളെയും അനുഗ്രഹിക്കാം. प्रभु कहते हैं कि तुम्हारे द्वारा सारी जातियों को अनुग्रह मिलेगा. ഇന്ന് ഈ കർണാടകയ്ക്ക് അനുഗ്രഹം ലഭിക്കാതെ പോകാൻ ഏക കാരണം നമ്മൾ ഓരോരുത്തരുമാണെന്ന് വിശ്വസിക്കാം. कर्नाटका में अगर अनुग्रह नहीं है तो उसका कारण हम ही लोग हैं, ये मानते हैं क्या? നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്ത നിമിത്തമാണ് നിങ്ങളുടെ കോളേജിലെ നിങ്ങളുടെ സഹപാഠികൾക്കും ഒക്കെ അനുഗ്രഹം ലഭിക്കാതെ പോകുന്നത്. हम लोग अनुसरण नहीं करते हैं, इसीलिए हमारे कॉलेज में हमारे मित्रों को अनुग्रह नहीं मिलता है. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും, ഞാൻ ദൈവത്തെ അനുസരിച്ചാൽ ഇതെല്ലാം വിട്ടേച്ച് ദൈവത്തിന്റെ പുറകെ പോയാല് എന്റെ കാര്യം എങ്ങനെയാണെന്ന്. हम शायद सोचते होंगे कि अगर ये अपना काम सब छोड़ के परमेश्वर की सेवकाई में चले जाएंगे तो हमारा काम कैसे चलेगा? ഇവിടെ ദൈവം പറയുന്നത് ഇതിന് നിങ്ങൾ എബ്രായ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. इब्रानी 6 का 13 से नीचे को पढ़ेंगे. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവം തനിക്ക് താൻ ഒരു തീരുമാനമെടുത്തു ഇവനെ അനുഗ്രഹിക്കുക എന്നുള്ളത്. यहाँ पे प्रेरित पौल कहते हैं സാധാരണ ഈ
ഈ പ്രോമിസസ് എല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ കവനന്റ് ഉണ്ടാക്കുന്നത് വലിയവനും താഴ്ന്നവനും തമ്മിലാണ്. एक व्यवस्था जो है एक बड़े और एक छोटे के बीच में होती है. എന്നാൽ ഇവിടെ ഒന്ന് വായിച്ചതിന്റെ 13 വാക്യങ്ങൾ. यहाँ पे 13 पढ़ेंगे. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. പിന്നെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അപ്പോൾ താൻ ദൈവത്തെ അനുസരിച്ചപ്പോൾ ദൈവത്തിന് വേറൊരാളെ കൊണ്ടല്ല സത്യം ചെയ്യിക്കാണ്, താൻ തന്നോട് തന്നെ സത്യം ചെയ്യുക. എന്ന് വെച്ചാൽ ദൈവം പറയാണ് നിന്നെ അനുഗ്രഹിക്കാതെ എനിക്ക് പറ്റുകയില്ലെന്ന്. परमेश्वर ने अब्राहम से प्रतिज्ञा करते समय जब शपथ खाने के लिए किसी को अपने से बड़ा न पाया तो अपनी ही शपथ खाकर कहा, मैं सचमुच तुझे बहुत आशीष दूंगा और तेरी संतान को बढ़ाता जाऊंगा. അപ്പോൾ അങ്ങനെയെന്ന് വരികില്ലേ, നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ദൈവം മറ്റു പലരിലേക്ക് ഉപയോഗിക്കുന്ന നമ്മെ കൊണ്ട് അത് ദൈവത്തിന് ഹി കാൻ ഡു എനിത്തിങ് എൽസ് ബട്ട് ഹി ഈസ് ടേക്കിംഗ് എ ഡിസിഷൻ ബൈ ഹിംസെൽഫ്. वो अनुग्रह देने का निर्णय आप से ही लेते हैं. യൂഷ്വലി സാധാരണയായിട്ട് ഒരു കവനൻ ഉണ്ടാക്കുന്നത് ഉയർന്നവനും താഴ്ന്നവനും തമ്മിലാണ്. शपथ लेना या एक व्यवस्था बनाना जो है वो एक बड़े और छोटे के बीच में होता है. എന്നാൽ എബ്രാഹിമിന്റെ കാര്യത്തില് ദൈവം തീരുമാനമെടുക്കുന്നത് അങ്ങനെയല്ല. लेकिन अब्राहम के मामले में ऐसा नहीं हुआ. ഹി ഫുള്ളി ഒബേഡ് ഗോഡ്. उसने पूरी तरह से परमेश्वर का अनुसरण किया. നമുക്ക് വാസ്തവത്തിൽ ഹൃദയംഗമമായിട്ട് ദൈവത്തെ അനുസരിക്കാൻ കഴിയുമോ? क्या हम पूरे हृदय से परमेश्वर का आज्ञा पालन करते हैं? അങ്ങനെയെന്ന് വരികില് അനുഗ്രഹം സർവർക്കും അത് പങ്കുവെപ്പാനായിട്ട് കഴിയും. अगर ऐसा करेंगे तो अनुग्रह सभी को मिलेगा. വ്യക്തിപരമായിട്ടൊന്ന് ചോദിച്ചേ. व्यक्तिगत रूप में अपने आप से पूछिए. നമ്മൾ പറയും ഞാൻ ദൈവത്തെ അനുസരിച്ചു എന്നിട്ടല്ലേ ഞാൻ സ്നാനപ്പെട്ടത്. हम बोलेंगे मैंने अनुसरण किया, मैंने आज्ञा पालन किया, इसीलिए तो बपतिस्मा लिया. സ്നാനപ്പെട്ടത് എന്തിനാ? बपतिस्मा क्यों लिया? ഇനി മുതൽ ഞാൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് അനുസരിക്കുമെന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ടെടുത്ത് മാത്രമേ സ്നാനമുള്ളൂ. बपतिस्मा केवल एक वाचा है जिसपे हम मानते हैं कि आगे से मैं बिना पाप किए जीऊंगा. എനിക്ക് സ്പോർട്സ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. स्पोर्ट्स में खेलकूद पसंद करने वाले हैं. പ്രായമായാലും എനിക്ക് സ്പോർട്സ് ഇഷ്ടമാണ്. इस उम्र में भी खेलना कूदना पसंद करते हैं. നിങ്ങൾ ഓട്ടവും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? दौड़ना का खेल जो है वो जानते हैं. 200 മീറ്റർ 500 മീറ്റർ ഒക്കെ 22 मीटर 200 मीटर या 500 मीटर ഇങ്ങനെ दौड़ते हैं. ഇങ്ങനെ നിങ്ങൾ നിന്ന് സെറ്റ് റെഡി ഗോ എന്ന് പറയുമ്പോഴല്ലേ ഓട്ടം ആരംഭിക്കുന്നത്. ऐसे जब बोला जाता है तो वो दौड़ते हैं. അല്ലെങ്കിൽ ഒരു വെടി പൊട്ടിക്കുന്നു, അങ്ങനെ പല അടയാളങ്ങൾ കൊടുത്തിട്ടാണ് ഓട്ടം ആരംഭിക്കുന്നത്. या फिर एक गोली चलाते हैं तो दौड़ना शुरू करते हैं. നിങ്ങള് ഇതൊക്കെ പറഞ്ഞു സെറ്റ് റെഡി ടു വെടി പൊട്ടി, നിങ്ങൾ അങ്ങനെ നിൽക്കുക. ऐसे सेट रेडी बोल के गोली चलाई लेकिन फिर हम लोग ऐसे ही खड़े हैं. तो എന്താ നിങ്ങൾ റേസിൽ ചേർന്ന ആളാണോ? क्या आप दौड़ में भाग ले रहे हैं? എന്താ സ്പോർട്സിന്റെ അതിന്റെ ചുമതലയുള്ള ആളെ എന്നാ പറയുന്നത്? जो ऐसे खेलकूद का जो व्यवस्था करने वाला है वो क्या बोलेगा? ആ പുള്ളിയെ പിടിച്ച് അവർക്ക് മാറ്റണോ? അദ്ദേഹത്തിന്റെ അത് റേസിലില്ല. पहले ही वो बोलेंगे कि वो जो आदमी वहां खड़ा है उसको निकालो, वो रेस में नहीं है. നമ്മുടെ സ്നാനപ്പെട്ടോ കരുതി കർത്താവേ നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അനുസരിക്കാവുന്നു. बपतिस्मा लेने के बाद हम ये मानते हैं कि पूरे हृदय के साथ आपका आज्ञा पालन करूंगा. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുക. अब भी हम यही खड़े हैं. ഞാൻ അതിന് പറഞ്ഞ പെട്രോൾ ബങ്കിൽ പോയിട്ട് നിങ്ങളുടെ ബൈക്കില് പെട്രോൾ അടിച്ചു, पेट्रोल पंप में जाके हमने अगर अपनी बाइक में पेट्रोल डाला, എന്നിട്ട് നിങ്ങൾ അവിടുന്ന് മാറുന്നില്ല, उसके बाद वहीं खड़े हैं. സ്റ്റാർട്ട് ചെയ്തു, स्टार्ट किया എന്നിട്ട് അവിടെ തന്നെ നിൽക്കുക. और वहीं खड़े हैं. അവൾ എന്താ പെട്രോൾ ബങ്കുകാരൻ പറയുന്നത്? तो पेट्रोल वाला क्या बोलेगा? ഇവിടെ പോളോ ഇവിടുന്ന്, എനിക്ക് അടുത്ത ആൾക്ക് പെട്രോൾ അടിക്കണം. बोलेगा आगे बढ़ो, अगले आदमी को भरना है. അപ്പൊ നമ്മള് ഈ ബൈക്കില് ഇപ്പോഴത്തെ പല മോഡലുണ്ടല്ലോ, ബൈക്കിന് ന്യൂട്രലും വേണം ഇട്ടേച്ച് നിങ്ങൾ അവിടെ കിടന്ന് ചീരുന്ന് അടിക്കുക. बाइक में न्यूट्रल में डाल के वहीं पे उसको एक्सीलेटर दे रहे हैं. നിങ്ങൾ എങ്ങോട്ടും പോകും. कहीं पे जाओगे क्या? അപ്പൊ എന്തോ പറയുന്നത്? तो क्या बोलेंगे? ഇവിടെ സുഹൃത്തെ നിർത്ത്, ഈ പരിപാടി ഇവിടെ വേണ്ട. बोलेंगे इसको यही रोक दो. ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ അങ്ങനെ ഓരോന്ന് മാറ്റി വെച്ച് പോയി ഇവിടുന്ന്. उसको फर्स्ट गियर सेकंड गियर में वगैरह सब डाल के निकलो यहाँ से. എന്തിനാ ദൈവം തന്റെ ആത്മാവിനാൽ നിറച്ചത്? अपनी आत्मा से परमेश्वर ने हमें क्यों भरा है? പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ പ്രാപിച്ചു. परमेश्वर का भराव हमने अनुभव किया. ഞായറാഴ്ച വന്ന് ഭയങ്കര കയ്യടി, അന്യഭാഷ ബഹളമാണ്. रविवार को आके बहुत ताली बजाया, अन्य भाषा बोला, आराधना किया. എന്താന്ന് ആർക്കറിയാം?
पता नहीं क्या हुआ। ആരോട് എന്തിനാ ദൈവം ആത്മാവിനാൽ നിറച്ചത്? परमेश्वर ने आत्मा में भरा क्यों? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും എന്റെ സാക്ഷികളാകും. ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. आप अनुग्रह पा के संसार के कोने कोने में जाके मेरी गवाही दे, इसके लिए ശക്തി ലഭിച്ചു. शक्ति मिली। ആരോടെങ്കിലും ഈ സന്ദേശം പറയാനായിട്ട് നമ്മൾ ഒരുങ്ങിയോ പോയോ? किसी से भी अभी तक सुसमाचार सुनाया क्या? ദൈവത്തെ അനുസരിച്ചോ? परमेश्वर का अनुसरण किया ദൈവത്തെ क्या? അനുസരിക്കുന്നെന്ന് വരികില് ഇവിടെയല്ല നമ്മളെ കാണേണ്ടത്. अगर परमेश्वर का आज्ञा पालन करते हैं तो हम यहाँ नहीं होंगे। നമ്മോട് വ്യക്തിപരമായിട്ട് ചോദിക്കണം. व्यक्तिगत रूप से अपने आप से पूछते हैं, ഏറ്റവും വലിയ മിഷണറി മൂവ്മെന്റ് ഇന്ത്യൻ സഭ അല്ലെ, സോറി ഇന്ത്യൻ സഭയല്ല ഞാൻ പറയുന്നത്, വേൾഡ് ക്രിസ്ത്യാനിറ്റി കണ്ടത് ജർമ്മനിയിൽ നിന്നാണ്. जर्मनी में संसार का सबसे बड़ा मसीही एक जागरण हुआ। അവര് ഓരോ ദിവസം ചെല്ലുന്തോറും സുവിശേഷ വേലയ്ക്ക് വേണ്ടി സഭയിൽ നിന്ന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുക. एक एक दिन वहाँ पे सुसमाचार सुनाने के लिए लोग निकल पड़ते हैं। ആ മിഷണറി മൂവ്മെന്റ് എന്ന് പറഞ്ഞത് ഓരോ ദിവസവും അവര് കൂടിയിട്ട് ആരാധന കഴിഞ്ഞാൽ ആ ആരാധനയില് ഇന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കട്ടവർ കൈവെക്കുക എന്ന് പറയുന്ന അവസരത്തില് ഒരു 4-5 പേരെങ്കിലും കാണും. हर रोज प्रार्थना के बाद जब आज परमेश्वर की सुसमाचार की सेवकाई के लिए कौन समर्पित करेगा बोलते हैं तो कम से कम 4 हाथ तो उठते ही हैं। അവര് 100 വർഷം തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചവരാണ്. 100 साल तक वो निरंतर प्रार्थना करते रहे। 100 വർഷം തുടർച്ചയായിട്ട് 100 साल तक प्रार्थना होती रही। എന്തിനു വേണ്ടിയാണെന്നറിയാമോ? क्यों? ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയവരെ കുറിച്ച്, जो परमेश्वर की सेवकाई के लिए निकले हुए लोग हैं, അവരെ ദൈവിക സംരക്ഷണത്തിൽ കാക്കേണ്ടതിനായിട്ട്, वो परमेश्वर उनको उनकी सुरक्षा करें इसके लिए। അതേപോലെ അവര് പോയെടുത്ത് കർത്താവ് ഇനിയും അവിടുന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നവരെ വാർത്തെടുക്കാനായിട്ട് ദൈവം സഹായിക്കണമേ. वहाँ पे परमेश्वर की सेवकाई के लिए गए हुए लोगों में से ही और सेवक उठे इसके लिए। ഞാനിത് പറഞ്ഞത് ആരാധനയുടെ നടുവിൽ നിന്ന് നമുക്ക് ഒരു കമ്മീഷനിങ്, ഒരു നിയോഗം ലഭിക്കുന്നുണ്ടോ? आराधना के बीच में हमको हमारे काम का आज्ञा मिलता है क्या? ദൈവത്തെ അനുസരിപ്പാൻ നാം തയ്യാറുള്ള വ്യക്തികളാണോ? क्या हम परमेश्वर की आज्ञा पालन के लिए तैयार बैठे हैं? ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് തീരുവാൻ ഇഷ്ടമാണോ? परमेश्वर की व्यवस्था का भाग बनने के लिए तैयार है क्या? ഞാന് പറയുന്നത് നമ്മള് എന്തിനു വേണ്ടി സ്നാനപ്പെട്ടത്? हमने बपतिस्मा क्यों लिया? വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻടു ക്രൈസ്റ്റ്. हम मसीह में बपतिस्मा लेते हैं। വി ആർ ബാപ്റ്റൈസ്ഡ് टू क्लोथ विद क्राइस्ट. हम बपतिस्मा लेते हैं कि हम मसीह को धारण करें। वी बिकम वन विद क्राइस्ट इन बैप्टिज्म. बपतिस्मा के द्वारा हम मसीह से जुड़ जाते हैं। वी बिकम heirs of God's promises by baptism. हम परमेश्वर की प्रतिज्ञाओं के वारिस बन जाते हैं बपतिस्मा के द्वारा। ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നിട്ടുണ്ടോ? इन सब बातों में कोई एक भी बात हुई है हमारे जीवन में? നാം ദൈവത്തെ അനുസരിക്കാൻ തയ്യാറുള്ളവരാണ്. परमेश्वर की का अनुसरण करने के लिए तैयार है क्या? ദൈവം എബ്രാമിനോട് പറഞ്ഞത് 3 കാര്യങ്ങളെ കുറിച്ച് ഇന്ന് എനിക്ക് നിന്നോട് ടെസ്റ്റ് ഉള്ളത്. 3 बातों के बारे में परीक्षा ली अब्राहम की। നീ എന്നെ സ്നേഹിക്കുമോ? क्या तू मुझसे प्रेम करता നീ है? എന്നെ ഭയപ്പെടുമോ? मुझसे डरता है? നീ എന്നെ അനുസരിക്കും? क्या मेरा आज्ञा पालन करता है? ഈ 3 ഉണ്ടെന്ന് പറയില്ലേ ദൈവം പറയുന്നത്, ഞാൻ എന്നെ കൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ഞാനൊരു തീരുമാനം എടുക്കാനായിട്ട് പോകും. अगर ये 3 बातें हैं तो मैं अपने आप से शपथ लेता हूँ तेरे बारे में। Through you all the families of the earth will be blessed. संसार की सारी जातियां तुम्हारे द्वारा अनुग्रहित होंगी। യേശുക്രിസ്തുവിലെ വിശ്വാസ നിമിത്തം നമ്മൾ ദൈവമക്കളായി തീരുവാൻ ദൈവം നമുക്ക് അവകാശം തന്നു. यीशु मसीह के द्वारा परमेश्वर की संतान बनने का भाग्य हमको मिला है। അത് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-9 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എബ്രാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണിത്. गलाती 3 के 8 और 9 में कहा है कि अब्राहम को दिए हुए शपथ का पूर्तिकरण है ये। അപ്പോൾ അങ്ങനെയെന്ന് വരികയില്ലേ, നമ്മളെല്ലാം എബ്രാമിന്റെ മക്കളായി തീരുവാൻ കാരണമുണ്ടായത് എബ്രാം ദൈവത്തെ അനുസരിച്ചതാണ്. अब्राहम ने परमेश्वर की आज्ञा पालन किया, इसी कारण से हम सब अब्राहम की संतान कहलाए। ഇന്ന് വ്യക്തിപരമായിട്ട് ചോദിക്കേണ്ട ഈ 3 ചോദ്യങ്ങൾ, ये 3 सवाल अपने आप से ഈ कीजिए। 3 പരീക്ഷകളിൽ നമ്മുടെ മാർക്ക് എത്രയായിരിക്കും? इन 3 परीक्षाओं में हमारी अवस्था क्या है? ആർ വി റിയലി ലവിംഗ് ഗോഡ്? क्या हम सच में परमेश्वर से प्रेम आर करते वी हैं? रियली फीयरिंग गॉड? क्या हम उनका भय मानते हैं? आर वी रेडी टू ओबे हिज वॉइस? क्या हम उनकी आज्ञा का पालन करने के लिए तैयार हैं? ഈ 3നും നമ്മൾ ഉത്തരം കണ്ടെത്താതെ ഇന്ന് ഇവിടുന്ന് പോകരുത്. इन 3 सवालों के जवाब ढूंढे बिना नहीं जाना घर। ഇത് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കാം, प्रभु मैं आपसे प्रेम करूंगा,
അതുകൊണ്ട് എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? तो करना क्या है? ആർ വി റെഡി ടു ഗിവ് അവേഴ്സെൽഫ്? अपने आप को समर्पित करने के लिए तैयार है क्या? പണമല്ലേ ആവശ്യം? धन बड़ी बात नहीं है। ഇന്ന് പണം ഇവിടെ ഇല്ലാത്ത കുറവുകൊണ്ടല്ല സുവിശേഷമല്ല നടക്കാത്തത്. धन कम है इसके कारण सुसमाचार नहीं फैलाया जा रहा है, ऐसा नहीं है। പണമല്ലേ ആവശ്യം? यहाँ पे धन जरूरत नहीं है, എന്നാലേ സമർപ്പിക്കപ്പെട്ട വ്യക്തികളാണ് ആവശ്യം. समर्पण करने वाले लोगों की जरूरत है। പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവിന്റെ സ്നേഹം ഞാൻ നിർബന്ധിതനാണ്. ഐ എം കൺസ്ട്രെയിൻഡ് ബൈ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. 2 Corinthians chapter 5 verse 14. दूसरा कोरिन्थी 5 का 14। ഐ എം കൺസ്ട്രെയിൻഡ് ബൈ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. मैं परमेश्वर के प्रेम से विवश हूँ। ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഞാൻ നിർബന്ധിതനാണ്. मैं परमेश्वर के प्रेम से विवश हो गया हूँ। നാം കർത്താവിന്റെ സ്നേഹത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? परमेश्वर प्रभु का प्रेम का अनुभव हमारे जीवन में है क्या? അങ്ങനെയൊന്നും വരികില്ലേ? अगर ऐसा है तो ഇത് നാം ഇവിടെയല്ല കാണേണ്ടത്. हम यहाँ बैठने वाले लोग नहीं है। ഇത് ഞാന് ഈ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അവസാനം മീൻ പിടിക്കാൻ പോയില്ല. परमेश्वर के जो चेले थे उनके मरने के बाद वो फिर से मछली पकड़ने गए। യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് നമ്മള് അവിടെ ഹി വാസ് സ്റ്റാൻഡിംഗ് അറ്റ് ദ ഷോർ എന്ന് വായിക്കുന്നുണ്ട്. അവൻ ഇതാ കരയിൽ നിന്നിരുന്നു കർത്താവ്. यूहन्ना के सुसमाचार 21 में पढ़ते हैं कि यीशु मसीह किनारे पे खड़े थे। ഞാൻ പഠിപ്പിച്ച എന്റെ വിദ്യാർത്ഥികള് സുവിശേഷം തന്നെ ചെയ്യുന്നില്ല എന്ന് കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമാണ്. इन्होंने जिनको सिखाया वो जब सुसमाचार नहीं सुना रहे थे दूसरों को तो बहुत दुख हुआ। 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്നു, എന്നിട്ട് ഇപ്പൊ മീൻ പിടിക്കാൻ പോയിരിക്കുക. 3.5 साल उनके साथ चले और अभी मछली पकड़ने गए। നിനക്കൊക്കെ വെളിവില്ലേ, നീ മനസ്സിലാക്കിയില്ലേ എന്ന് തുടങ്ങി ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങളല്ലേ ചോദിക്കേണ്ടത്. आमतौर पे मैंने इतना सिखाया तुम्हें कुछ समझ में नहीं आया करके डांटना चाहिए। കർത്താവ് എന്താ ചോദിച്ചത്? उन्होंने क्या पूछा? കുഞ്ഞുങ്ങളെ बच्चों കൂട്ടുവാൻ വല്ലതും കിട്ടിയോ? खाने के लिए कुछ मिला क्या? എന്റെ അപ്പ ഇത് ആ കുഞ്ഞുങ്ങളെ എന്നുള്ള ചോദ്യത്തോടു കൂടെ ഹൃദയം തകർന്നുപോയി. हे मेरे बच्चों करके जब पूछे तभी दिल पिघल जाएगा। കരയ്ക്ക് അടിഞ്ഞു വന്നപ്പോൾ किनारे में जब आए ഇത് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാം റെഡി ആയിട്ടുണ്ട്. खाने के लिए वहाँ पे नाश्ता तैयार है। കർത്താവ് തന്നെ എടുത്തു കൊടുത്തെന്ന വായിച്ചത്. प्रभु खुद उनको उठा के परोसने लगे करके कहा है। ഞാനായിരുന്നെങ്കിൽ എന്റെ മാനുഷ്യമാണ് ഞാൻ പറയാടാ പോയി നോക്കി അവിടെ ഞാൻ വെല്ലുട്ടി തിന്ന്. मानसिक रूप में गुस्से में रहेंगे और बोलेंगे कि कुछ चाहिए तो वहाँ जाके ढूंढ लो, खा लो। ഭക്ഷണം കഴിഞ്ഞ ശേഷം खाना खाने के बाद പത്രോസിനോട് ചോദിച്ചു, पत्रस से पूछा, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? इनसे अधिक मुझसे प्रेम करते हो क्या? ആർ യു ലവിംഗ് മീ മോർ ദാൻ ദിസ്? इन लोगों से ज्यादा मुझसे प्रेम करते हो क्या? നീ എന്നെ വാസ്തവത്തിൽ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ ഇവിടെയല്ല പ്രതീക്ഷിക്കുന്നത്. अगर तुम मुझसे वाकई में प्रेम करते हो तो मैं तुम्हें यहाँ नहीं देखना चाहता। എന്റെ ആടുകളെ മേയ്ക്കാം. मेरे भेड़ों को चराओ। വാസ്തവത്തിൽ സ്നേഹത്തിന്റെ അനുഭവത്തിൽ മാത്രമേ ഈ കർത്താവിന്റെ വേലയിലായിരിക്കാനായിട്ട് കഴിയൂ. परमेश्वर के प्रेम में ही हम उनकी सेवा कर सकते हैं। ദൈവത്തെ ഭയപ്പെടുന്നു. उनका भय मानते हैं। ഈ ലോകത്തിന്റെ നാശത്തെ കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടുന്നവരാണ്. संसार का नाश होते हुए देख के आपको डर लगता है क्या? മറ്റുള്ളവരുടെ അവര് പോകുന്നത് നരകത്തിലാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഭയത്തോടുകൂടെ അവരോട് ചെന്ന് ഈ കാര്യം ഒന്ന് പറയാനായിട്ട് കഴിയുമോ? दूसरे लोग नरक में जाने वाले हैं ये जानकर उनसे ये सेवा की बात कर सकते हैं क्या? ഞാനൊരിക്കൽ കുന്നംകുളത്ത് ഓപ്പണർ മീറ്റിംഗിന് പ്രസംഗിക്കുകയായിരുന്നു. कुन्नाकुलम नामक जगह पे एक खुली जगह पे भाषण दे रहे थे। ഒരു കൂട്ടം യുവജനങ്ങൾ വന്നു പറഞ്ഞു, എടോ ഇയാളിങ്ങനെ പ്രസംഗിക്കരുത്, ശബ്ദം ബഹളമാകുന്നു, എനിക്ക് ശരിയാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ TV കാണാൻ പറ്റുന്നില്ല. कुछ जवान लोगों ने आके इनको डांटा और कहा कि यहाँ चिल्ला चिल्ला के बात मत करो, हमसे टीवी देखने को नहीं हो रहा है। ഞാൻ കേൾക്കുന്നില്ല, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. सुनाई नहीं दिया, भाषण दे रहे थे। അവര് പറയുന്നത് എനിക്ക് കേൾക്കാണ്ട് ഞാൻ അവരെ അനുസരിക്കുന്നില്ല. Yes. इनको उनकी बात सुनाई दे रही है लेकिन फिर भी वो भाषण दे रहे हैं। ഒരുത്തൻ വന്ന് എന്നോട് ചോദിച്ചു, ഇയാൾക്ക് ഇതിനൊക്കെ അധികാരം തന്നത് ആരാണ്? एक आदमी पास आया और उसने पूछा इसका किस हक से ये कर रहे हो? ഞാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു തരാം, പക്ഷെ നിങ്ങൾക്ക് ഇത് ചോദിക്കാനുള്ള അധികാരം ആരാ തന്നെന്ന് എനിക്ക് ആദ്യം അറിയില്ല. जिसने पूछा कि जिसने मुझे अधिकार दिया मैं बता दूंगा, लेकिन मुझसे सवाल करने का अधिकार तुम्हें किसने दिया? അപ്പൊ പുള്ളിക്കാരനാകെ ഒരു ഇത്. तो आदमी डर गया। ഞാൻ എന്റെ പ്രസംഗം തുടർന്നു. भाषण
शुरू किया। സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് എന്റെ ദൈവം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. संसार और पृथ्वी पे सारे अधिकार मुझे मिले हैं, इसीलिए पिता पुत्र पवित्र आत्मा के नाम पे जाओ और सबको अपने चेले बनाओ करके प्रभु ने आज्ञा दी है, इसके लिए करते हैं। ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, അതുകൊണ്ടാ കാര്യം. मैं प्रभु का भय मानता हूँ, എന്റെ इसीलिए സഹോദര, करता हूँ। നിന്റെ നാശത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. तू नाश हो जाए मैं नहीं चाहता। ഞാനിത് പറഞ്ഞത് ये बोलने का कारण, നമുക്ക് ദൈവത്തെ ഭയപ്പെട്ടിട്ട് കർത്താവിനെ അനുസരിക്കാനായിട്ട് കഴിയും. परमेश्वर का भय मान के उनका अनुसरण करेंगे क्या? വടി എടുത്തിട്ട് അനുസരിക്കുക. मार के, छड़ी लेके मार के किसी को आज्ञा पालन कर सकते हैं, ദൈവം ചോദിക്കുന്നില്ല. प्रभु नहीं पूछते। ദൈവത്തെ അനുഗമിക്കാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന കർത്താവ് പറഞ്ഞു. प्रभु ने कहा है, अगर कोई मेरा अनुसरण करना चाहे, मेरे पीछे आना चाहे, तो अपने आप को इनकार करके अपना क्रूस खुद उठाए और मेरे पीछे आए। അതിന് ഫോഴ്സ് ഒന്നുമില്ല, उसके लिए कोई जबरदस्ती नहीं है, നിർബന്ധമില്ല. कोई जोर जबरदस्ती नहीं ഓപ്ഷൻ है। നമ്മുടെ മുമ്പേ വെച്ചിരിക്കുക. चुनाव हमारे सामने रखा തീരുമാനം है, നിങ്ങളുടേതാ. निर्णय हमें लेना है। നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നിന്നെ ഞാൻ അനുസരിക്കാമെന്ന് പറയാനുള്ള മനസ്സുണ്ടോ? मैं आपका अनुसरण करूंगा ये बोलने का मन है क्या? നമ്മള് കർത്താവെ അനുസരിക്കാം, പക്ഷെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളുണ്ട്. मैं आपका अनुसरण करूंगा जरूर, लेकिन मेरी कुछ व्यवस्थाएं हैं बोलते हैं। ഒരു വ്യവസ്ഥയില്ലാതെ ദൈവത്തെ അനുസരിക്കാം. बिना किसी व्यवस्था के उनका अनुसरण, പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കാം. पूरे हृदय से उनका अनुसरण। എന്നിട്ട് നമ്മുടെ പല പരീക്ഷകളിലാണ് അവിടെ നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. कई परीक्षाओं से हम यहाँ आए हैं। ചൈനയിൽ നിന്ന് ഒളിവ് സഭയുടെ ഒരു നേതാവിനെ അല്ലെങ്കിൽ അവിടെ നേതൃത്വം കൊടുക്കുന്ന ഒരാളെ ഞാൻ കണ്ടെത്തി. ചൈനയിലെ സീക്രട്ട് ചർച്ചസ്, चाइना में जो गुप्त कलसियाएं हैं उनकी नेतृत्व करने वाले किसी से मिले। അദ്ദേഹം അമേരിക്ക വെച്ച ഞാൻ അദ്ദേഹത്തെ കണ്ടത്. अमेरिका में उनसे मिले। അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, उन्होंने कहा, ഇവിടത്തെ പേഴ്സിക്യൂഷനാണ് ഞങ്ങൾ അനുഭവിക്കുന്ന പേഴ്സിക്യൂഷനേക്കാൾ വലുതെന്ന്. അമേരിക്കയിലെ പേഴ്സിക്യൂഷൻ ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട് they are experiencing back in China. अमेरिका में जो तकलीफ वो उठाते हैं, वो चाइना में जो तकलीफ है उससे बढ़कर है कहा। അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ ഇവിടെ അങ്ങനെ ഇതൊന്ന്? तो इन्होंने पूछा कि ऐसा कैसे हो सकता है? അപ്പൊ പുള്ളി പറഞ്ഞു, മെറ്റീരിയലിസം, ഇവിടത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്ന സ്പിരിറ്റ്. यहाँ पे आओ तो सामान देख के खरीदने का मन जो है वो ज्यादा भयंकर है। പണം സമ്പാദിക്കാനുള്ള മനുഷ്യന്റെ സ്പിരിറ്റ്, धन कमाने का जो लोगों का जो लालच है उसका आत्मा, എന്ന് തുടങ്ങി പുള്ളി ഇവിടത്തെ പേഴ്സിക്യൂഷനായിട്ടാ പുള്ളി ഇതൊക്കെ പറഞ്ഞത്. उन सबको इन्होंने यहाँ का तकलीफ के बारे में कहा। പുള്ളി പറഞ്ഞു, അവിടെ ഞങ്ങൾക്ക് ഈ പേഴ്സിക്യൂഷൻ ഒന്നുമില്ല. चाइना में ऐसा लालच बिल्कुल नहीं है। എന്നാൽ ഞങ്ങൾക്ക് ഫിസിക്കൽ പേഴ്സിക്യൂഷൻ അത് കാര്യമില്ല, കാരണം ഞങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. वहाँ पे शारीरिक तकलीफ ज्यादा है, लेकिन उससे हमको डर नहीं लगता क्योंकि हमारा जीवन मसीह के हाथ में है। എന്നാൽ ഇവിടെയുള്ള ആളുകളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇന്ന് കൺസ്യൂമറിസമാണ്. यहाँ पे जो आर्थिकता है उसने हमको जकड़ रखा है। ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം, കൊറിയക്കാരിയാ. एक बहन जो कोरिया से थी, उन्होंने आके कहा कि मेरे लिए प्रार्थना करें। എന്നെ ഒരു വലിയ പിശാച് ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. एक बहुत बड़े शैतान ने पकड़ लिया है बोला। ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? तो इन्होंने पूछा कि किसके लिए प्रार्थना करना है? എനിക്ക് വെറുതെ വീട്ടിലിരിക്കാൻ വയ്യ, എപ്പോഴും ഞാൻ മാളിൽ പോകും. मुझे घर में बैठना पसंद नहीं है, मैं शॉपिंग मॉल में जाती हूँ। ഷോപ്പിംഗ് മാളിൽ പോയാൽ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. वहाँ जाके अनाप शनाप खरीद के लेकर आ जाते हैं। എന്റെയും എന്റെ വൈഫ് ഓമനയും കൂടെ അവരുടെ ഫ്രീസർ, വലിയ ഫ്രീസറിനകത്ത് തുറന്ന് കാണിച്ചു തന്നു. കൊണ്ട് ഇതിനകത്ത് ഇത്തിരി മീൻ ഇറച്ചിരിക്കുക, ഇപ്പോഴും ഞാൻ കുറെ വാങ്ങിച്ചു കൊടുക്കാം. अपना घर में लेके जाके अंकल और आंटी को फ्रिज खोल के दिखाया कि खाने के लिए मांस मच्छी वगैरह सब पता नहीं कितना ज्यादा खरीद के रखा है। അവിടുത്തെ അലമാരി തുറന്ന് കാണിച്ചിട്ടുണ്ട്. കൊണ്ട് ഈ ഡ്രസ്സൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും വേറെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. अलमारी खोल के दिखाया कि मैंने इतने सारे कपड़े पहले ही है, मैं और खरीद के लेकर आ गई। കൺസ്യൂമറിസത്തിന്റെ സ്പിരിറ്റിൽ കഴിയുക. यहाँ आर्थिकता का एक आत्मा वहाँ पे काम कर रहा है। എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല. क्या करना है नहीं पता। നമ്മുടെ നാടും അതിന്റെ പുറകെ ഓടുക. हमारा गांव भी उसी के पीछे भाग रहा है। നമുക്കിന്ന് വേണ്ടിയത് ഇതല്ല. इसकी जरूरत नहीं है हमें। ദൈവത്തെ അനുസരിക്കാനായിട്ട് നമുക്ക് കഴിയണം. परमेश्वर का अनुसरण करने का बल होना चाहिए। ഇതൊന്നുമല്ല നമുക്ക് ये सब ആവശ്യമായ. बातें बड़ी नहीं है। കർത്താവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. मैं तुमसे प्रेम करता हूँ। ഇത് പത്രോസും ശിഷ്യന്മാരും ഭാരപ്പെട്ടത്
അവരുടെ ഭക്ഷണം എന്നുള്ളതാണ്. पतरस और दूसरे चेलों को भूख के कारण उसके पीछे गए. കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം മറന്നുപോയി. प्रभु ने जो प्रतिज्ञाएं दी थी वो सब भूल गए. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ മറന്നുപോയി. मैं तुझे कभी नहीं छोड़ूंगा, कभी नहीं त्यागूंगा, इस प्रतिज्ञा को भूल गए. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് മറന്നുപോയി. मैं संसार के अंत तक तुम्हारे साथ हूँ, इस बात को भूल गए. കേരളത്തിലെ ബൈബിൾ സ്കൂളിൽ പോകണം. എത്ര പിള്ളേർ ഇന്ന് സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച് മലയാളികൾ വരുന്നുണ്ടെന്ന്. केरला में जो बाइबल स्कूल है वहां पे जाके देखना है कि कितने लोग सुसमाचार के लिए समर्पित करते हैं. പലതും അടഞ്ഞു വരിക. सब बंद हो रहे हैं. ഇനി അവിടെ പഠിക്കുന്നവരാരാന്നറിയാം? अब आप पढ़ते कौन है? ബംഗാളികളും നേപ്പാളികളും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള പിള്ളേർ അവിടെ പഠിക്കും. वहाँ बंगाल से और नेपाल से आने वाले नॉर्थ इंडियन लोग पढ़ते हैं. ഒരു മലയാളി ചർച്ചിലെ ഒരു ഒറീസക്കാരൻ പാസ്റ്റർ ആയിട്ടുള്ളത് എനിക്കറിയാം. एक मलयाली कलसिया जहाँ पे ओडिशा से आए हुए एक पास्टर चलाते हैं, वो देखा है. ബംഗാളികൾ ചായക്കട നടത്തുന്നു, ബംഗാളികൾ വർക്ക്ഷോപ്പ് നടത്തുന്നു, എല്ലാം നടത്തുന്നു. ഇപ്പൊ പാസ്റ്ററായിട്ട് സഭയും നടത്തുന്നു. बंगाली लोग सारे काम करते हैं, अभी पास्टर बनके कलसिया भी चला रहे हैं. മലയാളി എവിടെ? और ये मलयाली किधर गए? എന്ത്? രണ്ട് പിള്ളേരെ ഉള്ളൂ. 2 ही बच्चे हैं. ഒന്ന് എഞ്ചിനീയർ, ഒന്ന് ഡോക്ടർ. एक इंजीनियर है, एक डॉक्टर है. സുവിശേഷ വേലയ്ക്കാരുണ്ടോ? सुसमाचार के लिए कौन है? ആരുമില്ല. कोई नहीं. ഇനി അങ്ങനെ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ अब अगर कोई है भी तो ഇതേ മണക്കാലെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു അപ്പച്ചൻ ഒരു പയ്യനെ കൊണ്ടുവന്നു ഇവനെ ബൈബിൾ സ്കൂളിലാക്കാനായിട്ട്. പാസ്റ്റർ ബ്രോട്ട് ഹിസ് ഫിഫ്ത്ത് സൺ जो इन फेथियोलॉजी सेमिनारी मणकाला में सिखा रहे थे, तो वहाँ पे कोई अपने बच्चे को लेकर आए. എന്നോട് പറഞ്ഞു മറ്റേ എനിക്ക് 4 പിള്ളേര് 5 പേരാണുള്ളത്, ഇവന് ലാസ്റ്റ് ആണ്. 4 പിള്ളേര് നല്ല മിടുക്കരാ, അവരെയൊക്കെ ഞാൻ എഞ്ചിനീയറിംഗിനും അതുപോലെ MBBS അതിനും ഒക്കെ അയച്ചു. ഇവന് ഒരു അല്പം പഠിക്കാൻ ഒരു സ്ലോ ആണ്, അവൻ ഇവിടെ കൊണ്ടുവരാൻ. 5 बच्चे हैं, उसमें से 4 जो बड़े हैं वो बड़े होशियार हैं, इसीलिए उनको इंजीनियर डॉक्टर वगैरह सब बना दिया. ये थोड़ा कमजोर है, पढ़ता लिखता नहीं है, बेकार है, इसलिए मैं इसको सुसमाचार सुनाने के लिए भेज रहा हूँ. ഞാൻ പറഞ്ഞു അപ്പച്ച ഇങ്ങനെ ഒരാളെ ഇവിടെ ആവശ്യമില്ല. उनसे कहा ऐसे एक आदमी जो आलसी है उसकी जरूरत यहाँ नहीं है. അടുത്ത സൂപ്പർ ഫാസ്റ്റിലും വീട്ടിലോട്ടൊന്ന് കയറിക്കോ. अगले सुपरफास्ट को पकड़ के घर चले जाओ, ഇവിടെ വരില്ല. यहाँ नहीं चाहिए. കർത്താവിന് ഏറ്റവും ബെസ്റ്റിനെ വേണം. क्योंकि परमेश्वर सबसे उत्तम को ही देखते हैं. ദൈവം തന്നെ ബെസ്റ്റ് എനിക്ക് തന്നെങ്കിൽ परमेश्वर ने अगर सबसे उत्तम मुझे दिया, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ബെസ്റ്റ് കർത്താവിന് വേണ്ടി കൊടുത്തു? तो हमारा सबसे उत्तम हम परमेश्वर को क्यों नहीं देते? എനിക്കൊരു സതീഷ് എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട്. सतीश नामक एक भाई है, അദ്ദേഹം അവിടെ പഠിക്കാനായിട്ട് വന്നതാണ്. वो वहाँ पढ़ने आए. ഞാൻ ഇന്റർവ്യൂ ടൈമിൽ സതീഷിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ കണ്ടപ്പോൾ പുള്ളി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ്. പിന്നെ +2 നമ്മുടെ ഡൽഹിയിൽ. दिल्ली में सब इस पे +2 में वगैरह सब फर्स्ट रैंक लाए हैं. അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്തിനാ ഈ സുവിശേഷ വേലയ്ക്ക് വരുന്നെന്ന്. तो उनसे पूछा कि ये सुसमाचार सुनाने क्यों आ रहे हो? അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു സാറ് പുള്ളി ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്ന് നല്ല സൂപ്പർ ഇംഗ്ലീഷിലൂടെ പറഞ്ഞു ഐ ഹാവ് എ ഡിസിഷൻ ദാറ്റ് ഇഫ് ഗോഡ് ക്യാൻ ഗീവ് മീ ആൻ ഓണർ ഫസ്റ്റ് റാങ്ക് ഇൻ മൈ 12th സ്റ്റാൻഡേർഡ് ഐ വിൽ ഡെഡിക്കേറ്റ് മൈ ലൈഫ് ഫോർ ക്രിസ്ത്യൻ മിനിസ്ട്री. दैट्स द रीजन आई एम हियर. उन्होंने कहा कि मैंने परमेश्वर से कहा था कि अगर परमेश्वर ने मुझे सबसे उत्तम दिया है और अगर उन्होंने मुझे 12th में फर्स्ट रैंक दिया तो अपने जीवन को उनके लिए समर्पित कर दूंगा. അവൻ അവിടെ ഇരുന്ന് പറയാൻ തുടങ്ങിയപ്പോ ഞാൻ പോലും മറ്റേ ഇന്റർവ്യൂ ബോർഡിലുള്ളവർ എല്ലാവരും കരയാൻ തുടങ്ങി. ഉള്ളി പറഞ്ഞു എന്റെ ദൈവം എന്നെ തന്റെ ഏകജാതനായ പുത്രനെ ഹിസ് ബെസ്റ്റ് ഹി ഗേവ്സ് ടു us. Why can't I give my best to the Lord? That's the reason I am here. अगर परमेश्वर ने अपने इकलौते पुत्र को जो सबसे बढ़िया थे, उत्तम थे, मुझे दे दिया, तो मैं अपने जीवन का सबसे उत्तम उनको क्यों नहीं दे सकता? നമ്മുടെ ബെസ്റ്റ് കർത്താവിന് വേണ്ടി കൊടുക്കാം. हमारा सबसे उत्तम हम देने के लिए तैयार है क्या? എബ്രാഹിമിന്റെ ജീവിതത്തിലെ ഏക മകൻ പ്രോമിസ്ഡ് വൺ ഹി ഈസ് റെഡി ടു ഗിവ്. अब्राहम अपने इकलौते पुत्र को परमेश्वर को देने के लिए तैयार हो गए. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. मैं परमेश्वर का भय मानता हूँ, ഞാൻ ദൈവത്തെ അനുസരിക്കും. मैं परमेश्वर का अनुसरण करता हूँ. ദൈവത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടെന്ന് പറയണം. ഈ 3 ചോദ്യം എന്റെ മുൻപാകെ ഉണ്ട്. ഏതിനാ ഞാൻ ഉത്തരം പറയാൻ താല്പര്യം? ये 3 सवाल मेरे सामने है, किसका जवाब देना है मुझे? ഈ ക്വസ്റ്റിന് മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. इस सवाल के सामने अपने आप को समर्पित करेंगे. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इस वचनों के द्वारा परमेश्वर हमें अनुग्रह दे.